എല്ലാവർക്കും നമ്മുടെ ഭഗവത്ഗീത പാരായണവും അധ്യായത്തിന്റെ 139ാമത്തെ ദിവസത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ സെഷനാണ്, ഓപ്പൺ ഡിസ്കഷൻ. ചാപ്റ്റർ 14 ഗുണത്രയ വിഭാഗ യോഗ. ഇന്നത്തെ സെഷനിൽ ആദ്യം ഒരു ഇൻട്രഡക്ഷൻ, ഒരു 5 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു 6 പേര് നമ്മുടെ ഇഷ്ടപ്പെട്ട ശ്ലോകങ്ങൾ ചൊല്ലുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ഡിസ്കഷൻ. ഇതാണ് ഇന്നത്തെ പരിപാടി. ആദ്യം ഇൻട്രഡക്ഷന് വേണ്ടി വി നാരായണനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം അണ്ണ. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഗുണത്രയ വിഭാഗ യോഗം എന്ന ഈ 14ാമത്തെ അധ്യായം വളരെ വിശദമായി പാടിയതും പിന്നെ അതിനെപ്പറ്റി ഒരു ചർച്ച ചെയ്തതുമാണ്. അതിന് പ്രത്യേകമായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എങ്കിലും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടെങ്കിലും പറയാം. പിന്നെ നമ്മൾ കഴിഞ്ഞ 13-ല്, ഇത് 14ാമത്തതാണ്, 13ാമത്തെ ഇതിൽ നമ്മൾ പഠിച്ചു. ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിൽ നമ്മൾ മനസ്സിലാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ആത്മാവ്, എന്താണ് ശരീരം, ഈ മെറ്റീരിയലിസ്റ്റിക് ബോഡി എന്താണ്, സോൾ അല്ലെങ്കിൽ ആത്മാവ് എന്താണെന്നുള്ളതിനെ പറ്റി ഒരു ബോധം നമുക്ക് വളരെ കൃത്യമായി കിട്ടി. അപ്പോൾ ഇവിടെ ഈ 14ാമത്തെ ഈ ഗുണത്രയ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പ്രപഞ്ചത്തിൽ ഇത്രയും ഈ വ്യത്യാസം വരുന്ന മനുഷ്യനെ പറ്റി പറയുകയാണെങ്കിൽ, മറ്റു ജീവജാലങ്ങളെ പറ്റി ഇപ്പോഴും ഞാൻ പറയുന്നില്ല, ഇത്രയും വ്യത്യാസമുള്ള ഈ മനുഷ്യരാശി എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ പറ്റിയിട്ട് ഭഗവാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആത്മാവും ഭൗതിക ശരീരവും ഒത്തുചേരുമ്പോൾ, അത് ഭൗതിക ശരീരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരം മാത്രമല്ല, ശരീരം, മനസ്സ്, ബുദ്ധി, ഇതൊക്കെ ഈ മെറ്റീരിയൽ എനർജി എന്നുള്ള ഭാഗത്തിൽ പെടുന്നതാണ്. ഈ മൂന്നും, ശരീരവും മനസ്സും ബുദ്ധിയും ഒരു ഭാഗത്തും, ആത്മാവ് വേറൊരു ഭാഗത്തും, ഇങ്ങനെ രണ്ടിൻ്റെയും, ഈ പ്രകൃതിയും പുരുഷന്റെയും കോമ്പിനേഷൻ അല്ലെങ്കിൽ യോജിക്കലാണ് ഒരു സൃഷ്ടിയുടെ തുടക്കം. അപ്പോൾ ഇത്രയും ഈ വ്യത്യാസം എങ്ങനെ വരുന്നതിനുള്ള ഇതിനുള്ള ഒരു കാരണമായി ഭഗവാൻ പറയാണ്, നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ അർജുനോട് പറയുകയാണ്, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അർജുന, ഈ മെറ്റീരിയലിസ്റ്റിക് ബോഡി അല്ലെങ്കിൽ ഭൗതിക ശരീരത്തിന് ഒരു ഗുണമുണ്ട്. എല്ലാ ഭൗതിക ശരീരത്തിനും ഓരോ ഗുണമുണ്ട്. ആ ഗുണത്തിനനുസരിച്ചിട്ടാണ് ഈ പ്രത്യേക തരത്തിലുള്ള സൃഷ്ടിജാലം അല്ലെങ്കിൽ ജീവാത്മാക്കൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് എല്ലാം ഒന്നല്ല, ഒരുപോലെ അല്ല. ആത്മാവുണ്ട്, എല്ലാത്തിനും ഏകമായ ഒരു ആത്മാവുണ്ട്. നേരെ മറിച്ചിട്ട് ശരീരത്തിലുള്ള ഈ ഗുണങ്ങളുടെ വ്യത്യാസം കൊണ്ടാണ് പലതരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആ ഗുണങ്ങളെ പറ്റിയാണ് ഈ ഗുണത്രയ വിഭാഗ യോഗം എന്നുള്ള ഈ അധ്യായത്തിൽ പറയുന്നത്. 3 ത്രയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 3 ഗുണങ്ങളുടെ കോമ്പിനേഷൻ അല്ലെങ്കിൽ സംയോജനമാണ് ഒരു സൃഷ്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വഭാവം. അത് എല്ലാവരിലും ഒരുപോലെയല്ല. ഈ ഗുണങ്ങൾ ഉള്ളത് തന്നെ അതൊരു ആനുപാതികമായിട്ടാണ്. ഒന്നുകിൽ ഒരു ഗുണം കൂടും, അല്ലെങ്കിൽ ഒരു ഗുണം കുറയും. ഇത് ഓരോ ജീവജാലങ്ങളിലും ഓരോ തരത്തിലാണ്. ഇനിയിപ്പോ എന്താണ് ഈ 3 ഗുണങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റി നമ്മൾ നോക്കാം. ഇത് നേരത്തെ പറഞ്ഞു, ശരീരം, മനസ്സും ബുദ്ധി എന്നീ ഭൗതിക വസ്തുക്കളുള്ള ഈ ഗുണങ്ങൾ പ്രതിഫലിച്ചു കാണുന്നതെന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇത് പ്രതിഫലിക്കുന്നതെന്ന് നമ്മൾ നോക്കാം. അപ്പോൾ ഇത് ആമുഖമായിട്ട് പറയാണ്, ഈ 3 ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് സത്വഗുണം, പിന്നെ രജോ ഗുണം, മൂന്നാമത്തത് തമോ ഗുണം. ഈ 3 ഗുണങ്ങളുടെ കോമ്പിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആനുപാതികമായിട്ടുള്ള പ്രതിഫലനമാണ് ഒരാളുടെ ശരിയായ വ്യക്തിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി.
അപ്പോ ഇനിയിപ്പോ ഈ സത്വഗുണം എന്താണെന്ന് വളരെ ബ്രീഫായിട്ടൊന്ന് പറയാം. സത്വഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഈ സത്വഗുണ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നതെന്ന് പറയാം. അത് സമാധാനം ഉള്ള ഒരു മനസ്സാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമാണ്, നന്മയുള്ള ഒരു വ്യക്തിത്വമാണ്, ശാന്ത സ്വഭാവമാണ്, നല്ല സ്വഭാവമാണ്. ഇത് അതിന്റെ വളരെ ബ്രോഡായിട്ട് പറയുന്നതാണ്. ഇതിന്റെ കൂടെ എത്രയോ വളരെ വളരെ വിശകലനം ചെയ്ത് പറയാൻ പറ്റും. പക്ഷെ ഇൻ ജനറൽ, അല്ലെങ്കിൽ പൊതുവായിട്ട് ഈ 4-5 പ്രത്യേകതകളുള്ള സ്വഭാവമാണ് സത്വഗുണം. ഇനി അടുത്ത ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രജോ ഗുണമാണ്. രജോ ഗുണം എന്ന് പറഞ്ഞാൽ രജോ എന്നുള്ളത് രാജകീയം എന്നുള്ളതിനോടൊക്കെ ലിങ്ക്ഡ് ആണത്. എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ആഗ്രഹത്തിന്റെ പ്രതീകമാണ് ആ ഗുണം. എന്ന് വെച്ച് കഴിഞ്ഞാല് ധാരാളം ഡിസയേഴ്സ് ഉണ്ടാവും, ആഗ്രഹങ്ങളിൽ. അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഇല്ലാതെ എല്ലാം കൊണ്ടും തൃപ്തരായി ജീവിക്കുന്നവരുണ്ട്. അവർക്ക് ഈ രജോ ഗുണം എന്ന് പറയുന്ന ഒരു ഗുണം അങ്ങനെ മൊത്തമായിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു മുഖ്യമായിട്ടുള്ള ഒരു ഗുണമായിട്ട് നമുക്ക് തോന്നില്ല ആ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ ചിലവർക്ക് അങ്ങനെ അല്ല. ഇത് അംബിഷൻസ്, പലതും ആകണം എന്നുള്ള ഒരു ആഗ്രഹം, അത്യാർത്തി, പിന്നെ ഭൗതികമായിട്ടുള്ള സുഖങ്ങളോടുള്ള വാഞ്ച അല്ലെങ്കിൽ അതിയായ ആഗ്രഹം, പിന്നെ അഭിമാനം, ഇങ്ങനെയുള്ള കുറെ ഗുണങ്ങളുള്ളവരാണ് ഈ രണ്ടാമത്തെ പറഞ്ഞ രജോ ഗുണക്കാർ. അപ്പൊ ഈ ആഗ്രഹം, അത്യാർത്തി, പിന്നെ ഞാനെന്ന ഭാവം, മാനം, ഇതൊക്കെ ഈ രാജാക്കന്മാരുടെ ഒരു ഗുണമായിട്ട് പറയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആക്രമിക്കുക, കീഴടക്കുക, ശത്രുക്കളെ നശിപ്പിക്കുക, ധനം ഉണ്ടാക്കുക, കീർത്തിമാൻ എന്ന പേരെടുക്കുക, ഇങ്ങനെയുള്ള അതുകൊണ്ട് ആണ് ഈ രജോ ഗുണം എന്നുള്ള ഒരു പേര് വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ സത്വഗുണം കഴിഞ്ഞു, രജോ ഗുണം കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമോ ഗുണമാണ്. തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. അപ്പോ തമോ ഗുണം കൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് മൊത്തമായിട്ടുള്ള അജ്ഞതയാണ്, ഇഗ്നോറൻസ്. ചില പേഴ്സൺസ് അല്ലെങ്കിൽ ചില വ്യക്തികളിൽ ഇത് വളരെ പ്രബലമായിരിക്കും, ഇഗ്നോറൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് മടിയായിരിക്കും, ലേസിനെസ്, ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒരു, എപ്പോഴും അങ്ങനെ സുഖിച്ചു കഴിയുക അല്ലെങ്കിൽ അലസനായി ജീവിക്കുക എന്നുള്ള ഒരു സ്വഭാവ ഗുണം. ഉറക്കം, അനാവശ്യമായ ഉറക്കം, മദ്യപാനം, ഇൻടോക്സിക്കേഷൻ. അതിപ്പോ മദ്യം മാത്രമല്ല, ഏത് തരത്തിലുള്ള സുഖഭോഗതയെയും നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. പിന്നെ ഒരു ദിശാബോധമില്ലായ്മ, എന്താണ് എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം, ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന് അറിയാത്ത ഒരു ബോധം. ഇങ്ങനെയുള്ള ഈ 3 ഗുണങ്ങളെ പറ്റിയാണ് ഈ ത്രയോ ഗുണങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ ആനുപാതികമാണ്, എല്ലാവരിലും ഇത് ഒരുപോലെ അല്ല. അതിപ്പോ എല്ലായ്പ്പോഴും 33% എല്ലാം 33 തരത്തിലല്ല വരുന്നത്. ഒന്നുകിൽ 80% സത്വഗുണവും ബാക്കി 20 തമവും രജവും രണ്ടും കൂടെ ചേരാം. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള കോമ്പിനേഷൻസും. അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം. ഈ 3 സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത് ഇതാണ്. ഈ 3 വേരിയബിൾസിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ, ഈ 3 ഗുണങ്ങളെ പറ്റി പറയുമ്പോൾ ഇതിന്റെ കോമ്പിനേഷൻ നമുക്ക് കോടിക്കണക്കിനുള്ള വ്യക്തിത്വങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് എത്രയോ വ്യക്തിത്വം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ മൊത്തമായിട്ടുള്ള ജീവജാലങ്ങൾ. ഇനി പറഞ്ഞത് എന്ത് പറഞ്ഞാൽ, ഇതിനെ പറ്റിയിട്ടുള്ള ബോധം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് മുൻപിലോട്ട് പോകാൻ പറ്റും. അപ്പോ അതിനനുസരിച്ചിട്ട് ഒരാൾ മനസ്സിലാക്കുക, ഞാൻ എന്താണെന്നുള്ള ഒരു ബോധം വന്നു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ടുള്ള സാൽവേഷൻ, അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അതിന് കൃത്യമായിട്ടുള്ള ഓരോ വഴികളും ഈ അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ ഈ ഓരോ സ്വഭാവത്തിനെ പറ്റി വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നിപ്പോ വളരെ പ്രഗത്ഭരായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. അവരെല്ലാവരും ഇതിനെ വളരെ ഭംഗിയായിട്ട് പഠിച്ച് നന്നായിട്ട് പറഞ്ഞു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഈ ആമുഖത്തിന് കൂടുതൽ ഇനിയിപ്പോ പ്രസക്തിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരി ഓം അണ്ണ. നന്ദി EV നാരായണ. അതായിരുന്നു നമ്മുടെ 14ാമത്തെ ചാപ്റ്ററിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഇനിയും ഫേവറേറ്റ് ശ്ലോകങ്ങൾ, ഇഷ്ടപ്പെട്ട ശ്ലോകങ്ങൾ ചൊല്ലാൻ ഗിരിജ ആറക്ക, രമ അക്ക, ഗംഗ ആറക്ക, സരോജിനി അക്ക, പ്രീജിത അക്ക, ജതീന്ദ്രൻ അണ്ണൻ, ഇവരെല്ലാവരും അവരുടെ ഇഷ്ടപ്പെട്ട ശ്ലോകങ്ങൾ ചൊല്ലാൻ
ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യം ഗിരിജാക്ക് ക്ഷണിക്കുന്നു. ഹരി ഓം. നമസ്തേ. ഇതിപ്പോ ഈ അധ്യായത്തിലെ ഗുണത്രയ വിഭാഗ യോഗം എന്ന ഈ അധ്യായത്തിലെ എല്ലാം വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. പ്രത്യേകിച്ച് ഒന്ന് പറയാൻ സാധ്യമല്ല. എങ്കിലും എനിക്ക് ഒരു താല്പര്യം കൂടിയത് ഞാനിപ്പോ ഇവിടെ പറയുകയാണ്. അതായത് അർജുനൻ ചോദിച്ചു, ഈ ത്രിഗുണങ്ങളെ അതിവർത്തിച്ചവനെ അറിയാനുള്ള ലക്ഷണങ്ങൾ എന്താണ്, അത്തരം വ്യക്തികളുടെ ആചാരങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ അവർ എങ്ങനെയാണ് ത്രിഗുണങ്ങളെ മറികടക്കുന്നത് എന്നുള്ള അർജുനന്റെ സംശയങ്ങൾക്ക് ഉത്തരം പറയുകയാണ്. ശ്രീ ഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി നിർവൃത്താനി കാംക്ഷതി. അതായത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താന്ന് വെച്ചാല്, പ്രകാശം സത്വഗുണത്തെയും അതുപോലെ രജോഗുണത്തെയും, പ്രവൃത്തി രജോഗുണത്തെയും, മോഹം തമോ ഗുണത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. ഗുണാതീതനായ ജ്ഞാനിയെ പ്രകാശവും പ്രവൃത്തിയും മോഹവും ഒരു തരത്തിലും ബാധിക്കുന്നില്ല. അപ്പോ പ്രകാശത്തിന്റെ പൂർണ്ണതയിലെത്തിയ യോഗിക്ക് വീണ്ടും പ്രകാശത്തിന്റെ ആവശ്യമില്ല. സൂര്യന് മറ്റൊരു വെളിച്ചത്തിന്റെ ആവശ്യമില്ലല്ലോ. അത് വളരെ നല്ല ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞതിന്. അതുപോലെ ജ്ഞാനി സ്വതവേ പ്രകാശരൂപനായതുകൊണ്ട് സത്വഗുണത്തിന്റെ പ്രകാശം അദ്ദേഹത്തിൽ യാതൊരു മാറ്റവും സൃഷ്ടിക്കുന്നില്ല. ജ്ഞാനിക്ക് എന്തെങ്കിലും നേടാനാവില്ല, അതുപോലെ നേടാനില്ല, അവനെല്ലാം നേടിയ ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റുള്ളവരെ പോലെ പ്രവർത്തിക്കേണ്ടതുമില്ല. പക്ഷേ അദ്ദേഹം നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കാണെങ്കിലും ഏത് കാര്യത്തിലും നമ്മൾ നിസ്വാർത്ഥമായി കർമ്മം ചെയ്യണം എന്നുള്ള ആ ഒരു ധ്വനി ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഉദ്ദേശ്യം വെച്ചുകൊണ്ടല്ല അങ്ങനെ അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതുപോലെ സത്വഗുണ പ്രധാനനെ പോലെയും രജോ ഗുണ പ്രധാനനെ പോലെയും തമോ ഗുണ പ്രധാനനെ പോലെയും ത്രിഗുണാതീതന് ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് ഈ ശ്ലോകം പറയുന്നുണ്ട്. ഒരിക്കൽ കൂടി ആ ശ്ലോകം ഒന്ന് വായിക്കാം. ശ്രീ ഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. ഹരി ഓം. ഹരി ഓം. അപ്പൊ 14-ാമത്തെ അധ്യായം ഭഗവാൻ പറയുന്നത് എന്താണ്? ആ 3 ഗുണങ്ങളെ പറ്റിയിട്ടാണ്, സത്വരജസ് തമോ ഗുണങ്ങളെ പറ്റി. അപ്പൊ ഞാനിവിടെ 27-ാമത്തെ ശ്ലോകമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതായി തോന്നിയത്. വായിക്കാം. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യ വ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസ്യൈകാന്തികസ്യ ച. ബ്രഹ്മണ ബ്രഹ്മത്വം പ്രാപിക്കുക. അപ്പൊ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? അവസാനമായിട്ട് ആ ബ്രഹ്മത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്, അല്ലെ? അങ്ങനെ ഭഗവാൻ പറയാണ്, ബ്രഹ്മത്തിൽ എത്തണമെങ്കിൽ എന്താണ് വേണ്ടത്? ശുദ്ധ ചേതനാ സ്വരൂപനും ഈ പ്രപഞ്ചത്തെ ഒക്കെ രക്ഷിച്ചു വരുന്ന ആ ഭഗവാൻ, പ്രപഞ്ചം സൃഷ്ടിച്ചത് തന്നെ ഭഗവാനാണ്. അപ്പൊ രക്ഷിക്കേണ്ട കർത്തൃത്വവും ഭഗവാനുണ്ട്. അങ്ങനെ കേവല സ്വരൂപനായ ആ ബ്രഹ്മവസ്തുവിന്റെ പ്രകട രൂപമാണ് ഭഗവാൻ എന്ന് പറയാണ്. ഭഗവാൻ ബ്രഹ്മം തന്നെയാണ്. അതിനെ നമ്മൾ കാണുന്നു, ആ പ്രകട രൂപമായി നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭക്തന്റെ എന്താണ്? നമുക്ക് ഹൃദയത്തിലെ ഭക്തി കൊണ്ട്, നമ്മുടെ ഭക്തി കൊണ്ട്, അല്ലെങ്കിൽ ആ ഭക്തിയുടെ ശക്തി കൊണ്ട് നമുക്ക് ഭഗവാനെ രൂപമായി തോന്നുന്നു. ഇപ്പൊ ഭക്തി ഇല്ലാത്ത ഒരാളാണ് അവിടെ ഭഗവാനെ നോക്കുന്നതെങ്കിൽ അതൊരു പ്രതിഷ്ഠ മാത്രമായിട്ടേ കാണുന്നുള്ളൂ. നമ്മൾക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് ഭഗവാനെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഭക്തിയുടെ ഉന്നത തലത്തിൽ ആ ഭഗവാൻ ഗുരുവായിട്ട് അങ്ങനെ പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. ആ രൂപം മാറി ആ പരബ്രഹ്മം എന്ന നിലയിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ എന്തൊക്കെ വേണം? നമുക്ക് ആ 3 ഗുണങ്ങളെ വരുന്നു പോകുന്നു. നമ്മൾ അതിനെ മാനിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരിലും ഉണ്ട് സത്വരജസ് തമോ ഗുണങ്ങളുണ്ട്. അതില്ലാതെ ഭഗവാൻ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ എന്താണ്? ഏറ്റക്കുറവുണ്ടാവും.
അപ്പൊ അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മായ എന്ന രൂപത്തില് അതിനെ വരുന്നു പോകുന്നു അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ 3 ഗുണങ്ങളിൽ നിന്നും ത്രിഗുണാതീതനായിട്ട് ഭവിക്കാൻ നമുക്ക് സാധിക്കുന്നു. അതിനെ കടക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ ഇതെല്ലാം മായയാണ്, എല്ലാം ഭഗവാന്റെ ആ ഒരു ലീലാവിലാസങ്ങളാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അതിനെ അങ്ങോട്ട് കാര്യമാക്കാതെ അത് വന്ന പോലെ അതൊക്കെ പോകട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു കഴിയുമ്പോൾ എന്തായി? നമ്മുടെ ഭക്തിയുടെ ഉയരങ്ങളിൽ നമുക്ക് എത്താൻ സാധിക്കുന്നു. അങ്ങനെയോ എത്തിച്ചേർന്നുകൊണ്ട് നമുക്ക് ത്രിഗുണാതീതനായിട്ട് നമുക്ക് ഒന്നിലും താല്പര്യമില്ലാതെ ഒരു ഭക്തി മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ദിവ്യത്വം നമ്മളിൽ വന്നു ചേരാണ് സാധിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു അധ്യായത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ആ സത്വരജ ഗുണ സമോ ഗുണത്തെ പറ്റിയാണ്. ഇത് പല പ്രാവശ്യം ഭഗവാൻ പറഞ്ഞതാ. വീണ്ടും വീണ്ടും പറഞ്ഞാലേ നമ്മളിൽ അതൊക്കെ ഓർമ്മയിൽ നിൽക്കൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം. അർജുനന് അതൊന്നും ആവശ്യമില്ല. ഒരു പ്രാവശ്യം പറഞ്ഞപ്പോഴേ അർജുനന് എല്ലാം അറിഞ്ഞു. ഇപ്പൊ നമ്മളെ പോലെയുള്ള വർക്കായിട്ടാണ് ഭഗവാൻ അത് വീണ്ടും വീണ്ടും പറഞ്ഞു തരികയാണ്. അങ്ങനെ ഭക്തി മാർഗത്തിലൂടെ ഉയരങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുക. ഒരിക്കൽ കൂടെ ശ്ലോകം വായിക്കാം. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യ വ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസ്യൈകാന്തികസ്യ ച. ഹരി ഓം. പറയാൻ അവസരം തന്നതിൽ നന്ദി പറയാം. ഹരി ഓം. ഞാൻ അതിന് തൊട്ടു മുന്നത്തെ ശ്ലോകം 26-ാമത്തെ ശ്ലോകം, ആ ശ്ലോകം ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം ഭഗവാൻ നമുക്ക് ഭക്തി മാത്രം ചെയ്താൽ മതി, ഭക്തി ചെയ്ത് നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താമെന്ന് ഭക്തിയോഗത്തിലെ ഭഗവാൻ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും ഭഗവാൻ എടുത്തു പറയുന്നത്. മാം ചയോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീതൈത്യാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. എങ്ങനെ ആരാണോ പരമാത്മാവായ എന്നെ എങ്ങനെ ഭജിക്കണം? മനസ്സില് മാംചയോ വ്യഭിചാരേണ അവ്യഭിചാരിയായ ഭക്തിയോടെ ആരാണോ എന്നെ ഭജിക്കുന്നത്, അതായത് മനസ്സ് പലതിലൊന്നും പോവാതെ ഏകാഗ്രമായിട്ട് ഭക്തിയോടെ ഭഗവാനെ ഭജിക്കുന്നത്, ഭഗവാനെ സേവിക്കുന്നത്, അയാൾ ഭഗവാന്റെ അടുത്തെത്തും. നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ പടി എന്താണ്? ഞാൻ ഭഗവാന്റേതാണ് എന്ന ഭാവത്തിലാണ് നമ്മൾ ഭക്തി ചെയ്യുക. ഭഗവാന്റെയാണ് ഞാന് എന്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഭഗവാന്റെയാണ്. പിന്നെ പറയും എന്താ നമ്മൾ അടുത്ത പടി? ഭഗവാൻ എന്റെയാണ്, എന്റെ മാത്രം ഭഗവാൻ, എന്റെ ഭഗവാൻ എന്നെ നോക്കി, എന്റെ ഭഗവാൻ എന്നെ രക്ഷിച്ചു. മൂന്നാമത്തെ അവസ്ഥയിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു അഗ്നി, ഈ ഒരു സോളും ഭഗവാനും ഒന്ന് തന്നെയാണ്, ഞാനും ഭഗവാനാണ്. ആ ഒരു ഗുണാതീത അവസ്ഥയിൽ എത്തിച്ചേരും. അപ്പം വളരെ എളുപ്പത്തില് ഭക്തി യോഗത്തിലൂടെ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കെ തന്നെ നമുക്ക് യാത്ര സുഗമമായിട്ട് ഭഗവാനിലെത്താനുള്ള യാത്ര തുടർന്ന് പോവാൻ കഴിയും. അതിന് എന്ത് ചെയ്താൽ മതി? ത്രിഗുണങ്ങളെ കടന്നാൽ മാത്രം മതി. ബ്രഹ്മനെ പ്രാപിക്കാൻ അത് മാത്രം മതി. അതായത് അവ്യഭിചാരിയായ ഭക്തി. ആ ഭക്തിയോടെ നമുക്ക് ഭഗവാന്റെ തൃപ്പാദത്തിൽ എത്താൻ പറ്റും, ഭഗവാനുമായി ഒന്നിക്കാൻ പറ്റും. അപ്പൊ ത്രിഗുണങ്ങൾ എന്താണെന്നും അവയുടെ സ്വഭാവം എങ്ങനെയാണെന്നും അവ നമുക്ക് അനുഭവപ്പെടുന്നത് എങ്ങനെയാണെന്നൊക്കെ ഭഗവാൻ ഇത്ര വിശദമായി പറഞ്ഞത് എന്തിനാ വെച്ചാല് ഏത് ഗുണമാണ് നമ്മിൽ ഇപ്പം പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മളെ തിരുത്താനും നമുക്ക് നല്ലതിലേക്ക് മാറിപ്പോവാനും നമുക്ക് കൂടുതൽ സത്സംഗങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് ഭഗവാനിലേക്ക് അടുക്കാനുമുള്ള ഒരു അവസരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഭക്തി യോഗം തന്നെ വീണ്ടും വീണ്ടും പറയണത്. ഈ 14-ാമത്തെ അധ്യായത്തിലും ഭഗവാൻ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അവ്യഭിചാരിയായ ഭക്തിയോടെ എന്നെ സേവിക്കൂ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ കൈപിടിച്ചുയർത്താം, എന്റെ അടുത്ത് നിങ്ങൾക്ക് എത്താം എന്ന ഭഗവാൻ വീണ്ടും വീണ്ടും ഭക്തി ചെയ്യാൻ വേണ്ടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മാംചയോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ
സഗുണാൻ സമതീത്യൈത്യാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. താങ്ക് യു സോ മച്ച്. ഹരി ഓം. ഈ ഒരു അവസരത്തിന് ഒരുപാട് നന്ദി. ഹരി ഓം. ഹരി ഓം. ഈ 14-ാമത്തെ അധ്യായം, അതിന്റെ പേര് തന്നെ ഗുണത്രയ വിഭാഗ യോഗ. അതാണ് ഗുണത്രയ വിഭാഗ യോഗം. 3 ഗുണങ്ങളെ പറ്റിയാണ് ഭഗവാൻ ഇതിനകത്ത് പറയുന്നത്. ഗുണത്രയങ്ങൾ. അതില് 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സത്വം രജസ്തമ ഇതി ഗുണാ പ്രകൃതി സംഭവാഹ. ഇതെല്ലാം പ്രകൃതിയിലുള്ളതാണ്. ഈ പ്രകൃതിയിൽ തന്നെ ഉള്ളതാണ് ഈ സത്വം, രജസ്തമ, ഈ രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളും പ്രകൃതിയിൽ തന്നെ ഉള്ളതാണ്. നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. ദേഹേ ദേഹിനമവ്യയം. ദേഹത്തെ നമ്മുടെ ഈ കഴിഞ്ഞ ചാപ്റ്ററിൽ 13-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പറ്റി പഠിച്ചു. ഇവിടെ ദേഹവും ദേഹിയെയും പറ്റി പറയുകയാണ്. അപ്പോ ദേഹിയെ ദേഹത്തിൽ ബന്ധിക്കുകയാണ് ഈ 3 ഗുണങ്ങളും. ദേഹിയെ ദേഹത്തിൽ ബന്ധിക്കുകയാണ് ഈ 3 ഗുണങ്ങളും കൂടി. ആ 3 ഗുണങ്ങളുടെയും സ്വഭാവങ്ങളെ പറ്റി നമുക്ക് തുടക്കത്തിൽ തന്നെ ഈ വിനായകൻ എല്ലാം വിശദീകരിച്ച് തന്നെ പറഞ്ഞു. അപ്പോൾ ഈ 3 ഗുണങ്ങളും അതായത് സത്വഗുണത്തില് നമ്മള് അത് 6-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. സത്വഗുണത്തില് നമുക്ക് ജ്ഞാനത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എനിക്ക് കൂടുതലായിട്ട് അറിയണം എന്നുള്ള ഒരു ആഗ്രഹമാണ് സത്വഗുണ പ്രധാനിയായിട്ടുള്ള. ഈ 3 ഗുണങ്ങളും എല്ലാ ശരീരത്തിലും ഉണ്ട്, എല്ലാ ദേഹിയിലും ഉണ്ട് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇതില് സത്വഗുണം അല്പം പ്രധാനമായിട്ട്, സത്വഗുണം കൂടുതലായിട്ടുള്ള ആ ദേഹിയില് എന്താണ്, ജ്ഞാനമാണ് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എനിക്ക് അതറിയണം, ഇതറിയണം എന്നൊക്കെയുള്ള ആഗ്രഹം. അവിടെയും ഉണ്ട് ഒരു ദോഷം. ജ്ഞാനം കൂടുന്തോറും നല്ലത് തന്നെയാണ്. പക്ഷെ ആ സത്വഗുണത്തിനും ഒരു ദോഷമുണ്ട്. എന്താണ്? ഈ ജ്ഞാനം കൂടുന്തോറും എന്തു പറ്റും? ഞാനാണ് ശ്രേഷ്ഠൻ എന്നുള്ള ഒരു ഭാവം നമുക്കുണ്ടാവും. അപ്പൊ ആ അഹങ്കാരം നമുക്ക് കൂടുതലായി വർദ്ധിക്കും. അതാണ് സത്വഗുണത്തിന്റെ ഒരു ദോഷം. പിന്നെ ഉള്ളത് രജോ ഗുണമാണ്. രജോ ഗുണത്തിൽ എന്താണ്? രജോ ഗുണത്തില് വർത്തമാനകാല ആസക്തികള്, വിഷയാസക്തികളോടുള്ള ഒരു അഭിനിവേശമാണ് കൂടുതലായിട്ടുള്ളത്. എൻ്റെ ദുരഭിമാനവും എല്ലാം അവിടെ കൂടുതലായിട്ട് വരും. അപ്പോൾ വിഷയാസക്തികളോടുള്ള അഭിനിവേശം വരുമ്പോഴേക്കും തന്നെ അതൊരു വലിയ ദോഷമായിട്ട് തന്നെ മാറും. അങ്ങനെ ഉള്ള ദോഷങ്ങൾ രജോ ഗുണത്തിനുമുണ്ട്. തമോ ഗുണമാണെങ്കിൽ എപ്പോഴും ഒരു ജ്ഞാനമേ അവർക്ക് വേണ്ട, എനിക്കതൊന്നും അറിയണ്ട. നമ്മളൊരു സത്സംഗത്തിന് വിളിച്ചാൽ പോലും യാതൊരു താല്പര്യവുമില്ല, എനിക്കതൊന്നും പറ്റില്ല, എനിക്ക് കുറച്ച് ഉറങ്ങണം, ആഹാരം കഴിക്കുക, ഉറങ്ങുക, ഇതൊക്കെ തന്നെ അവർക്ക് തമോ ഗുണത്തിൽ പ്രധാനികളായിട്ടുള്ളവർക്ക് ആ ഒരു ഉറക്കം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് ജ്ഞാനമേ വേണ്ട, ജ്ഞാനത്തിൽ യാതൊരു ചിന്തയുമില്ല. അപ്പോ ഇങ്ങനെയുള്ള ഈ 3 തരത്തിലുള്ള സ്വഭാവവും എല്ലാ ദേഹത്തിലും ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് അതിന്റെ കൂടുതലും കുറവും അനുസരിച്ച് ആണ് ഓരോരുത്തരും വ്യത്യാസപ്പെട്ട് കാണുന്നത്. അപ്പോ ഭഗവാൻ എന്താ പറയുന്നത്? ഇത് ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും എല്ലാവരിലും ഉണ്ടെങ്കിൽ പോലും ഭഗവാനെ മാത്രം ചിന്തിച്ചുറച്ച് എങ്ങനെയാണോ നമുക്ക് എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കി ഭഗവാനെ മാത്രം ചിന്തിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുമോ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും അതീന്ദ്രിയ അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ശ്രവണം, കീർത്തനം, സ്മരണം അങ്ങനെയൊക്കെയുള്ള ഭക്തി സാധനകളെ നമ്മൾ സ്വീകരിക്കുക. അതാണ് അവസാനത്തെ ശ്ലോകങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത്. ഇങ്ങനെയുള്ള സാധനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് എത്താനായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക. ഈ 3 ഗുണങ്ങളും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ഈ ത്രിഗുണങ്ങൾക്ക്. അതെല്ലാം വിട്ടിട്ട് നമ്മൾ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു മാർഗം അതാണ് ഭഗവാൻ കാട്ടിത്തരുന്നത്. ശ്ലോകങ്ങൾ:
സത്വം രജസ്തമ ഇതി ഗുണാ പ്രകൃതി സംഭവാഃ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശഗമനാമയം സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ചാനഘ രജോരാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗസമുദ്ഭവം തന്നിബധ്നാതി കൗന്തേയ കർമ്മസംഗേന ദേഹിനം തമസ്ത്വജ്ഞാനജം വിദ്ധി. അജ്ഞാനജമാണ് തമസിന്. തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിഃ തന്നിബധ്നാതി ഭാരത. ഹരി ഓം. ഹരി ഓം. ഇത് 17ാമത്തെ ശ്ലോകമാണ്. സത്വ സംജായതേ ജ്ഞാനം. ജ്ഞാനം കൂടുമ്പോൾ, സത്വഗുണം കൂടുമ്പോൾ ജ്ഞാനം കൂടുമെന്നാണ് പറയുന്നത്, അറിവ് കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ജ്ഞാനം കൂടുമ്പോൾ പങ്കുവയ്ക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും, എല്ലാം കൊടുക്കുവാനുള്ള മനസ്സ്, കൊടുക്കുന്നതിൽ സന്തോഷം ഉണ്ടാകുമെന്നോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ പറയുകയാണ് രജസോ ലോഭ ഏവച്ച. രജോ ഗുണം കൂടുമ്പോൾ നമുക്കെല്ലാം പിടിച്ചു വെക്കാനുള്ള, എടുത്തു വെക്കാനുള്ള ഒരു മനസ്സാണ് ഉണ്ടാകുന്നത്, വയ്ക്കലില്ല. അപ്പോൾ കിട്ടുന്നതൊക്കെ നമ്മൾ എടുത്തു വെച്ചുകൊണ്ടേയിരിക്കും. കാണാം ചില അമ്മമാരൊക്കെ മക്കളെ ഇങ്ങനെ പിടിച്ചു വെക്കും. അപ്പോൾ പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? മരുമകൾ വന്നു കഴിഞ്ഞാൽ അല്ലെ, അവിടെ അമ്മയും മരുമകളും തമ്മിൽ വടംവലിയായി അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ഇത്. എന്റെ മകൻ എന്നും അമ്മ പറയുമ്പോൾ എന്റെ ഭർത്താവ് എന്ന് മരുമകള്. അപ്പോൾ അങ്ങനെ ചില ആളുകൾ കാണാം ഇങ്ങനെ പിശുക്കി ഇങ്ങനെ ജീവിക്കും. എല്ലാം ഒന്നും ചെലവാക്കാതെ, പണമൊന്നും ചെലവാക്കാതെ ഇങ്ങനെ എടുത്തു വെച്ച് മരിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അയാളുടെ അടുത്ത് ഇത്രത്തോളം പൈസ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ജീവിക്കുമ്പോൾ ദരിദ്രരാണ് അവർ, മരിക്കുമ്പോഴാണ് അവർ സമ്പന്നമാകുന്നത്. ഇതൊക്കെയാണ് രജോ ഗുണത്തിന്റെ സ്വഭാവം എന്നാണ് പറയുന്നത്. പിന്നീട് പറയുകയാണ് പ്രമാദ മോഹോ തമസ്സോ. തമോ ഗുണം കൂടുമ്പോൾ നമുക്ക് മറവി ഉണ്ടാകുന്നു, അല്ലെ, ഒരു അന്ധകാരമാണ് എപ്പോഴും തമോ ഗുണം. അപ്പോൾ ഒന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥ, അജ്ഞാനം. ഹരി ഓം. ഹരി ഓം. ത്രിഗുണങ്ങളുടെ ഫുള്ളായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് 14ാമത്തെ അധ്യായത്തില് ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നത്. ഇതില് ഗിരിജാക്ക പറഞ്ഞ ഒരുമാതിരി എല്ലാ ശ്ലോകങ്ങളും നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ശ്ലോകങ്ങളേ ഉള്ളൂ. മാത്രമല്ല ചില ശ്ലോകങ്ങൾ ഒന്നായിട്ട് എടുക്കാൻ പറ്റില്ല. ചില ഇപ്പോ അർജുനൻ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള അവസാനത്തെ ഭാഗത്തിലുള്ള ശ്ലോകങ്ങളുടെ ഉത്തരം തന്നെ ഒരു 5-6 ശ്ലോകങ്ങൾ കൂട്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ചില ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ശ്ലോകം എന്ന് പറയുന്നത് ശ്ലോകം 16ആണ്. 16 ഈ ഗുണങ്ങളുടെ, ഈ ത്രിഗുണങ്ങളുടെ ഫലത്തെയാണ് അതൊരു ഡെഫിനിഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് വായിക്കാം, ശ്ലോകം വായിക്കാം. കർമ്മണ സുകൃതസ്യാഹു സാത്വികം നിർമ്മലം ഫലം രജസസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസാ ഫലം. അത് പറഞ്ഞാൽ എന്താ വെച്ചെങ്കിൽ, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന സാത്വികമായ ഫലം എന്നത് നിർമ്മലമാണ്, കളങ്കമില്ലാത്തതാണ്, ഒട്ടും കരടില്ലാത്ത വെള്ളം പോലെ തെളിച്ചമുള്ളതാണ്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ അന്ധകരണം. ഈ ലോകത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖമായി ഇരിക്കാനാണ്. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, മനസ്സിനെ ശുദ്ധമാക്കുക. മനസ്സാണ് സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും കാരണം. നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ സുഖത്തിനും ദുഃഖത്തിനും കാരണം. ഇത് ആണ് സത്വഗുണത്തിനെ പറ്റി പറയാനുള്ളത്. അത് കഴിഞ്ഞാൽ രജോ ഗുണം. രജോ ഗുണത്തിന്റെ ഫലമാകട്ടെ ദുഃഖം ആണ്. രജോ ഗുണികൾ എന്താ സന്തോഷിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ താൽക്കാലികമായിട്ടാണ്.
ആത്യന്തികമായിട്ട് ഈ ഭൗതിക ലോകത്തെ എപ്പോഴും ആത്യന്തികമായിട്ട് ഈ ഭൗതിക ലോകത്ത് എപ്പോഴും ദുഃഖമേ ഉള്ളൂ. ഇവിടെ എന്തുകൊണ്ട് ദുഃഖം എന്ന് പറയട്ടെ, ഏതൊരു സുഖവും അവസാനം ദുഃഖത്തിലാണ് കലാശിക്കുന്നത്. ജനനം സുഖമാണ്, പക്ഷേ അതേ ആൾക്ക് മരണം അത് ദുഃഖമാണ്. ജോലി ലഭിക്കുക എന്നത് ഒരു സുഖമാണ്, എന്നാൽ അതിലുള്ള അതിയായ സമ്മർദ്ദം ദുഃഖമാണ്. ഇങ്ങനെ നോക്കിയാൽ സുഖങ്ങളും ദുഃഖങ്ങളും സമ്മിശ്രമായി എങ്ങനെ നോക്കിയാലും ദുഃഖങ്ങളുടെ തുലാസാണ് കൂടി നിൽക്കുക. അത് ഈ ഭൗതിക ലോകത്തിന്റെ സ്വഭാവമാണ്. എന്നാൽ സുഖമുണ്ട് താനും. അതുകൊണ്ട് പൂർണ്ണമായും അതിനെ അജ്ഞാനം അഥവാ ഇരുട്ടെന്ന് പറഞ്ഞിട്ടില്ല. സുഖത്തിൻ്റെതായ കുറച്ച് വെളിച്ചം ഇടയ്ക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് രജോ ഗുണത്തെ ദുഃഖം എന്ന് മാത്രം പറഞ്ഞത്. ഇനി അടുത്തത് തമോ ഗുണം. തമോ ഗുണത്തിന്റെ ഫലമാകട്ടെ പൂർണ്ണമായും ഇരുട്ടാണ്. ഒരു ഇരുട്ടറയിൽ പെട്ട പോലെയാണ് ഇവരുടെ ചിന്ത. അത് അവനവനെ നശിപ്പിക്കുന്നു, ആ ആളോട് ചേർന്ന് നിൽക്കുന്ന മറ്റവരെയും അത് നശിപ്പിക്കുന്നു. അതുകൊണ്ട് ആ ആളുകളും ഇരുട്ടിൽ തന്നെയാണ്. ആ ആളെയായി ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ഇരുട്ടിൽപ്പെട്ട പോലെയാണ്. അതുകൊണ്ട് തമോ ഗുണികളായിട്ടുള്ള സംഘം ഏത് വിധേനയും ഒഴിവാക്കേണ്ടതാണ് എന്ന് നമ്മുടെ ഋഷിമാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹരിയോ ഹരിയും. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട ശ്ലോകങ്ങൾ കേട്ടു. എല്ലാവർക്കും നന്ദി. ഇനിയിപ്പോൾ ഒരു ഏകദേശം ഒരു അരമണിക്കൂറുണ്ട്. അരമണിക്കൂറിൽ നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ ഇനി കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നമുക്ക് അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. ഇപ്പോൾ അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നത് സരോജിനി അക്കയാണ്. ഇപ്പൊ നേരത്തെ അൺമ്യൂട്ട് ചെയ്തിരിക്കുകയായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ശരി. ഏതായാലും സത്വഗുണം ഉണ്ടെങ്കിൽ സന്തോഷമുണ്ടെന്നാണ്. സന്തോഷമാണ് സത്വഗുണത്തിന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നു. അപ്പോ ചോദ്യം, ഈ സത്വഗുണം കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എത്ര പേര് ഇവിടെ തോന്നുന്നു നമുക്ക് സത്വഗുണമാണ് കൂടുതൽ? എത്ര പേർക്ക് തോന്നുന്നു? എത്ര പേർക്ക് തോന്നുന്നു? എനിക്ക് ഇപ്പോ ടി വി നാരായണൻ പറഞ്ഞു 33 അങ്ങനെ എല്ലാം ഈക്വൽ. ഒരു 8 മണിക്കൂർ ഞാൻ സാത്വികമായിട്ടിരിക്കും, ഒരു 8 മണിക്കൂർ ഉറങ്ങും, അപ്പോൾ അത് തമസിക്കായി. പിന്നെ ഒരു 8 മണിക്കൂർ ഞാൻ ജോലി ചെയ്യും, ഞാൻ രാജസിക്കായി. അപ്പം ഞാൻ അങ്ങനെയാണോ എല്ലാവരും? 8 മണിക്കൂർ സാത്വിക്, 8 മണിക്കൂർ രാജസിക്, 8 മണിക്കൂർ ഉറക്കം താമസിക്. എന്താണ് നമ്മളെ പറ്റി നമുക്കൊരു ധാരണ എന്താണ്? ആരെങ്കിലും ഇവിടെ, അത് ചോദിക്കുന്ന മുൻപ് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, ആരെങ്കിലും ഇവിടെ ഗുണാതീതരായിട്ടുണ്ടോ? ഒരു ഗുണമില്ലാതെ നമ്മൾ പറയത്തില്ലേ, അവന് ഒരു ഗുണമില്ലാത്ത, അങ്ങനെ ആരെങ്കിലും ആയിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങനെ ഹരിയോം അണ്ണ, അങ്ങനെ ഒരാൾക്കും ആകാൻ പറ്റില്ല. കാരണം നമ്മൾ ഗൃഹസ്ഥാശ്രമം ആചരിക്കുന്നവരാണ്. അപ്പൊ അവിടെ എല്ലാ ഗുണങ്ങളും നമ്മളിൽ ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് വനവാസ ജീവിതം വരുമ്പോഴാണ് കുറച്ച് സാത്വിക ഗുണം നമ്മളിൽ വന്നു ചേരുക. ഇവിടെ ഇപ്പൊ പറഞ്ഞ ഗൃഹസ്ഥ നമുക്ക് പലപ്പോഴും ദേഷ്യം വരുന്നു, അപ്പൊ രജോ ഗുണമായി. ചിലപ്പോ ക്ഷീണം കൊണ്ട് ഉറക്കം വരുന്നു, അപ്പൊ താമസ ഗുണായി. അപ്പൊ നമുക്ക് സത്വഗുണം മാത്രമായിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെയുള്ള സത്സംഗങ്ങളില് നമ്മൾ സാത്വിക ഭാവത്തിലിരിക്കണു. അവിടെ നിന്നും പുറത്തേക്ക് കിടന്നാൽ എല്ലാ ഗുണങ്ങളും വീണ്ടും നമ്മളെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരാൾക്കും പിന്നെ ഇരിക്കുന്ന സന്യാസിമാരൊക്കെ അവരും പൂർണ്ണമായിട്ട് സാത്വികന്മാരൊന്നും അല്ല. അവരുടെ അടുത്ത് ചെന്നാൽ നമുക്കറിയാം, അവരോട് നേരിട്ട് കഴിഞ്ഞാൽ അവരുടെ രജോ ഗുണങ്ങളൊക്കെ പുറത്തു വരും. അങ്ങനെയുള്ളവരുണ്ട്.
ചിലരൊക്കെ സാത്വിക ഗുണം കൂടുതലായിട്ടുള്ളവരുണ്ടാവും. ഇപ്പൊ ഇവിടെ തന്നെ നമ്മളെ പോലെയുള്ളവർക്ക് കുറച്ചൊക്കെ സാത്വിക ഗുണം കൂടി വരുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ഇത്ര നല്ല സംഘങ്ങളിൽ ഏർപ്പെട്ട് നല്ല ചിന്തകളുള്ളവരാണ് എല്ലാവരും തന്നെ. ദിവസേന രാവിലെ തുടങ്ങി നമ്മൾ ആ യോഗയിലും ആ മന്ത്രങ്ങളും എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് അങ്ങനെ രജോ ഗുണം കുറച്ചൊക്കെ നമുക്ക് കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ ഓരോരുത്തർക്കും സാധിക്കില്ല. അതിന് ആ ഭഗവാൻ തന്നെ വിചാരിക്കണം. ഹരിയോം. ഹരിയോം അക്ക. ഹരിയോം അണ്ണ. ഹരിയോം. ഹരിയോം അക്ക. പ്രീജിതക്ക പറഞ്ഞു. ഞാൻ കുറച്ച് തമാശയായിട്ട് പറയാം, കാര്യമാക്കുന്നവർ കാര്യമാക്കാം. അതായത് നമ്മൾ കുടിക്കുന്ന പാലിലൂടെ നമുക്ക് ഈ 3 ഗുണങ്ങള് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ എരുമപ്പാല് കുടിക്കുകയാണെങ്കിൽ അത് തമോ ഗുണം കൂടും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മള് പോത്ത് പോലെ കിടന്നുറങ്ങുന്നതൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ പോത്ത് എന്ന് പറയുന്ന എരുമയുടെ ഭർത്താവാണ്, അല്ലാതെ ആ ഫീമെയിൽ എരുമയും മെയിലായത് പോത്തും അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ റോഡിലേക്ക് ഈ പോത്തും എരുമയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് വാഹനങ്ങൾ പോകുന്ന സമയത്ത് എത്ര ഓർമ്മയടിച്ചാൽ അത് മെല്ലെ മാത്രമേ അത് നടന്നു നീങ്ങുകയുള്ളൂ. എത്ര ആയാലും അത് അതിന്റെ ആ സ്വഭാവം അനുസരിച്ചാണ് അത് ജീവിക്കുന്നത്. അപ്പോൾ അത് തമോ ഗുണം കൂടും എന്നാണ് ഈ പറയുന്നത് എരുമപ്പാല് കുടിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ആട്ടിന്റെ പാല് കുടിച്ചു കഴിഞ്ഞാൽ ആടിങ്ങനെ ഓടിച്ചാടി അധികം അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഇല്ലാത്തതാണ്, ഓടിച്ചാടി നടക്കുന്നതാണ്. അപ്പോൾ ആട്ടിന്റെ പാല് കുടിച്ചാൽ രജോ ഗുണവും കൂടും. അതുപോലെ തന്നെ പശു, അത് സത്വഗുണം വിനയമുള്ളതാണ്. അപ്പോൾ പശുവിന്റെ പാല് കുടിച്ചാൽ സത്വഗുണം ഉണ്ടാകും. അപ്പോൾ നമ്മൾ കുടിക്കുന്നത് പാക്കറ്റ് പാലാണ്, പക്ഷെ അത് ഏതെല്ലാം പാല് അതിൽ കലർന്നിട്ടുണ്ട്, മിക്സ് ആണ്. അപ്പോൾ ഈ 3 ഗുണങ്ങളും നമ്മൾ ചെറിയ പക്ഷെ നമുക്ക് ഉണ്ടാകാം. ഈ ഹരിയോം. 3 ഗുണം കാണില്ല അതില്. പാക്കറ്റ് പാലിന്റെ ഒരു ഗുണവും കാണില്ല. അത് ഗുണാതീതമാണ്. പാക്കറ്റ് പാല് മാറിയതാണ്. ഹരിയോ അക്ക, പാല് കുടിക്കാതെ ആൾക്കാർക്ക് എന്ത് ഒരു ഗുണമില്ലേ? കട്ടൻ ചായയാണ്. അണ്ണൻ ഗുണാതീതനാണ്. അണ്ണൻ എപ്പോഴും ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് എനിക്ക് തോന്നുന്നു ഗുണാതീതനാണ്. ഓക്കെ, ഹരിയോ ഹരിയോ. ഹരിയോ അണ്ണാ. രവീന്ദ്രൻ പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ രവീന്ദ്രൻ പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയുന്നത് 3 ഗുണങ്ങളും കൂടെ ചേർന്നാണ് എല്ലാ ആൾക്കാരും കാണുന്നത്. കാരണം സന്യാസിമാര് പറഞ്ഞു ഈ ദുർവാസാവെന്ന് പറഞ്ഞ ഒരു പിന്നെ അത് വച്ചിരിക്കുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരിലും ദേഷ്യവും പിന്നെ സന്തോഷവും എല്ലാം ഉണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ വിശ്വാസം. അതാണ് ദുർവാസാവ് എന്നുള്ള ഒരു കഥാപാത്രത്തെ കൊണ്ടുവച്ചിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാം കൂടെ ഉണ്ടെങ്കിലേ ഒരുവിധം സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് ശരി. അപ്പൊ ഗുണം മാത്രമായി കഴിഞ്ഞാല്, ഈ സത്വഗുണം മാത്രം ആയി കഴിഞ്ഞാല് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണ്ടൊരു സന്യാസിയുടെ കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സന്യാസി ഇങ്ങനെ കാട്ടിൽ കൂടി നടന്നു പോകുമ്പോ സന്യാസിയുടെ താടിയില് ഒരു ഉറുമ്പ്, ഒരു നീശർ വന്ന് കടിച്ചു. ഉടനെ ഈ നീറിനെ എന്നാ അതിന്റെ കൂട്ടിലേക്ക് വിട്ടേക്കാന്ന് വിചാരിച്ചിട്ട് സന്യാസി വേഗം കൂട്ടിലേക്ക് താടി നീട്ടി. ഉടനെ നിറയെ നീര് കടിച്ച് എല്ലാത്തിനെയും കൊല്ലേണ്ടി വന്നു. അതായത് സത്വഗുണം കൂടുതലുള്ള ആ സന്യാസിക്ക് അവസാനം ഇതിനെല്ലാം കൊല്ലേണ്ടതായിട്ട് വന്നു, തമോ ഗുണത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. അതാണ് എനിക്ക് തോന്നുന്നു ഈ തമോ ഗുണവും സത്വ ഗുണത്തിനെ നമുക്ക് എളുപ്പം തെറ്റിദ്ധരിക്കാൻ പറ്റും. ശരിക്കും ഈ സന്യാസിക്ക് തമോ ഗുണമാണ് എന്ന് വെച്ചാൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ള ഒരു അറിവില്ല. കൺഫ്യൂഷൻ. അപ്പൊ അത് തമോ ഗുണമാണ്. അപ്പൊ അതുകൊണ്ട് ഹരിയോം. ഹരിയോം ജതീന്ദ്രനാണ് പറഞ്ഞു. ഇപ്പോ പ്രീജിത ഒക്കെ പറഞ്ഞതിലെ ചെറിയൊരു കമന്റ് ഞാനും പറയാൻ വിചാരിച്ചു. ഈ അധ്യായത്തിലെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സത്വഗുണികള് മരിച്ചു കഴിഞ്ഞാൽ അവര് ഭഗവാനെ പ്രാപിക്കുന്നു. മറ്റേ രജോ ഗുണികള് മരണത്തിന് ശേഷം അവര് പിന്നെയും പുനർജന്മം എടുത്ത് ഭൂമിയിലേക്ക് വന്ന് കൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ തമോ ഗുണികള് എല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷികളോ മൃഗങ്ങളോ മരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോ ഇപ്പൊ ഒരു പോത്തും എരുമയും ആടും
ഒക്കെ തമോ ഗുണക്കാരാണ് ആക്ച്വലി ഈ ഒരു എന്താ പറയുക ഡെഫിനിഷൻ നോക്കിയിട്ട് ചെയ്യല്. അപ്പൊ ആ പാല് ആര് കുടിച്ചാലും തമോ ഗുണമായിരിക്കും തോന്നുന്നു. അറിയോ? അത് ശരി. ഏത് പാലും ഞാൻ ഇപ്പൊ ഇച്ചിരി മുൻപ് വിചാരിച്ചോ ഇനിയിപ്പോ പശുപാൽ തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള പശുപാൽ കുടിക്കാമെന്ന് വിചാരിച്ചാണ്. ഇപ്പൊ അതും പറ്റത്തില്ല. ശരി, കുഴപ്പമില്ല. ഏതായാലും ജതീന്ദ്രണ്ണ ഒരു കാര്യം, ഇപ്പോ തമോ ഗുണമുള്ള ആൾക്കാര് അടുത്ത ജന്മത്തിലല്ലേ ഈ പശുവും ആടും ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പോഴവരുടെ തമോ ഗുണമൊക്കെ നശിച്ചു പോയി. പിന്നെ ആ ആടിൻ്റെതായ അല്ലെങ്കിൽ പശുവിൻ്റെതായ ഗുണങ്ങൾ എന്താണോ അതായിരിക്കും അവർക്കുള്ളത്. അല്ല, ഇപ്പൊ നമ്മളെ പുരുഷിതൊക്കെ പറഞ്ഞ മാതിരി ഇപ്പൊ റോട്ടിൽ കൂടി പോകുമ്പോ ഒരു എഴുപേനും പോത്തിനെയും കാണുന്നു. അപ്പൊ അവര് തമോ ഗുണക്കാരായിട്ട് പിറന്നവരാണ്. മനസ്സിലായില്ലേ? അതാ ഞാൻ പറയേണ്ട ഉദ്ദേശം. അല്ലെ? അറിയോ? തെറ്റിദ്ധരിക്കരുത്. ആ പക്ഷേ ഇതില് സാത്വിക ഗുണമുള്ളവര് മരിക്കുമ്പോൾ സാത്വികം എന്ന് പറയുന്നത് ഒരു ബൈൻഡിങ് ആണ്, ഒരു പ്രശ്നമാണ്. സാത്വികം എന്ന് പറയുന്നത് ജീവൻ മുക്തതയല്ല, മോക്ഷമല്ല. സാത്വികമായിട്ട് മരിച്ചാൽ അടുത്ത ജന്മം നല്ല ആൾക്കാരുടെ കൂടെ നല്ല ഈശ്വരഭക്തി അല്ലെങ്കിൽ ഈ സ്പിരിച്വലായിട്ട് പോകുന്നവരുടെ കൂടെ ജനിക്കാൻ, അവരുടെ ഇതിൽ ജനിക്കാനുള്ള സാധ്യതകളുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ മൂന്നും കൊള്ളത്തില്ല. എല്ലാ ഗുണങ്ങളും ബൈൻഡിങ് ആണ്. സാത്വിക ഗുണം നമുക്ക് സന്തോഷം വേണം എന്നുള്ളതിൽ സന്തോഷത്തിന്റെ ഒരു അടിമയാക്കും, ഒരു ബൈൻഡിങ് ആക്കും. പിന്നെ ജ്ഞാനം വേണം. ജ്ഞാനം ഉള്ളപ്പോൾ അതിനൊരു പ്രശ്നമുണ്ടല്ലോ, ഒരുപാട് ജ്ഞാനമായാലും പ്രശ്നമാണ്. അപ്പോൾ സാത്വിക ഗുണവും നമ്മുടെ മോക്ഷത്തിന് നല്ലതല്ല. ഈ മൂന്നും ഈ രാമകൃഷ്ണ പരമഹംസർ ഒരു ചെറിയൊരു കഥ പറയും. ഒരാള് കാട്ടിക്കൂടെ പോകുമ്പോൾ 3 കള്ളന്മാർ വരും. ആദ്യത്തെ കള്ളൻ വിചാരിക്കും ഈ 3 കള്ളന്മാരിൽ ഒരു കള്ളൻ പറയും ഇവനെ അടിച്ചു വന്നിട്ട് ഇവന്റെ കാശെല്ലാം എടുത്തോണ്ട് പോവാം. രണ്ടാമത്തെ ആള് പറയും വേണ്ട, ഇദ്ദേഹത്തിന് ഇവിടെ കെട്ടിയിട്ടിട്ട് നല്ലപോലെ കെട്ടിയിട്ടിട്ട് കാര്യങ്ങളെല്ലാം എടുത്തോണ്ട് പോവാം. ഇവര് ഏതായാലും രണ്ടാമത്തെ ആള് പറഞ്ഞ പോലെ കെട്ടിയിട്ടിട്ട് പോകുമ്പോൾ മൂന്നാമത്തെ കള്ളനാണെങ്കിൽ അവരെല്ലാം നടന്നു പോകുമ്പോൾ തിരിച്ചു ഓടി വന്നിട്ട് ഇദ്ദേഹത്തെ കെട്ടിയിട്ടത് കെട്ടൊക്കെ അഴിച്ച് പോയിക്കോ, ഈ വഴി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വീടെത്തുമെന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ചു വിടുന്നു. അപ്പോൾ ഇത് 3 കള്ളന്മാർ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ആളാണ് കൊന്നുകളയാമെന്ന് പറയുന്നത്. നമ്മളെ താഴോട്ട് കൊണ്ടുവരും. ഇപ്പോൾ ജതീന്ദ്രണ്ണം പറഞ്ഞ പോലെ നമ്മുടെ സ്പിരിച്വൽ പാത്തില് ഇനി നമ്മളെ താഴോട്ട് കൊണ്ടുവരും. ഉറക്കം, 2 മിനിറ്റ് ധ്യാനത്തിന് വരാൻ തന്നെ തോന്നത്തില്ല. അപ്പൊ ഇവിടെ ഉള്ളവർ പലരും ധ്യാനത്തിന് വരാറില്ല അല്ലേ? വേറെ ഇപ്പൊ ധ്യാനം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഏതായാലും ഞാനും വരാറില്ല. എനിക്ക് എപ്പോഴാണോ ഡ്യൂട്ടി ഉള്ളത് അപ്പം ഞാൻ വരാറുണ്ട്. ഏതായാലും തമസ് നമ്മളെ ഈ എന്താണ് സത്യം എന്നുള്ളൊരു കണ്ടുപിടിക്കാനുള്ള ഇഷ്ടമോ അങ്ങനത്തെ ഒരു ഇതിലും കൊണ്ടുവരുന്നില്ല. അത് ആദ്യത്തെ കള്ളൻ. രണ്ടാമത്തെ കള്ളനാണെങ്കിൽ നമ്മളെ എവിടാണോ നമ്മളുള്ളത് അവിടെ തന്നെ ഇരിക്കും. നമ്മൾ മുൻപോട്ടും ഇല്ല പുറമോട്ടും ഇല്ല. രാജസിക് കള്ളൻ അവിടെ നമ്മളെ പിടിച്ച് കെട്ടിയിടും. പക്ഷെ സാത്വിക് ആണെങ്കിൽ നമ്മളെ മോക്ഷത്തിലെ ആ മാർഗത്തിലോട്ട്, ജ്ഞാനത്തിന്റെ മാർഗത്തിലോട്ട് നമ്മളെ അടുപ്പിക്കാനുള്ള ഒരു ബൈൻഡിങ്, അതും ഒരു ബൈൻഡിങ് ആണ്. അപ്പം അതും കളഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മോക്ഷം കിട്ടുന്നത്. അപ്പം ഏതായാലും നമ്മളോ ഇങ്ങനെ ഇവിടെ ആരും സാത്വികരായിട്ട് കൂടുതൽ ഇല്ലെന്നാണ് ഇപ്പം മനസ്സിലാക്കിയത്. പക്ഷെ നമ്മൾ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഫാമിലിയിലോ നമ്മുടെ ഇപ്പോൾ ഋഷി അല്ലെങ്കിൽ ആരെങ്കിലും സന്യാസിമാരെയോ ആരെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇദ്ദേഹത്തിന് നല്ല സാത്വികമായിട്ടുള്ള ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഗുണാതീതനാണ്. ഇങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഹരിയോം ഗംഗാക്ക പറഞ്ഞോളൂ. അല്ല, അങ്ങനെ സാത്വികമായിട്ടുള്ള ആളെ നമ്മുടെ ഈ ഒരു ജീവിത ഇതിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താ കാരണം വെച്ചാൽ നമുക്കറിയാലോ, ഒരു സന്യാസി ഭിക്ഷ ആയിട്ട് ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം എന്താ ചെയ്തേ? ആ വെള്ളിത്തളിക, ഭക്ഷണം കൊടുത്ത വെള്ളിത്തളിക എടുത്തിട്ട് പോന്നു.
അപ്പൊ എന്താ ഇത്രയും സന്യാസിവര്യനായ ആളെ എങ്ങനെയാ ആ വെള്ളി തളിക എടുത്തിട്ട് പോകുന്നത്? സന്യാസി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു എന്താ പറയാ ബഹുമാനം കൊടുക്കുന്ന, ആദരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം പോലും ഇങ്ങനെ ഒരു താമസിക്കായിട്ടുള്ള കാര്യം എന്താ? അപ്പൊ പറഞ്ഞത് എന്താണ്? ആ വീട്ടിലത്തെ സ്ത്രീക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള വയ്യായുള്ള കാരണം അടുത്ത വീട്ടിലത്തെ ഒരു സ്ത്രീനെ കൊണ്ടാണ് ഭക്ഷണം പാകം ചെയ്യിച്ചത്. അവരാണെങ്കിൽ ഏത് സമയവും കള്ളം പറയണതും ഏത് കാര്യങ്ങളിലും കുറ്റപ്പെടുത്തുന്നതും അങ്ങനെയൊക്കെ ഉള്ള ഒരു മെന്റാലിറ്റി ഉള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ അവര് ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചപ്പം ഈ സന്യാസിക്ക് താമസിക് ഫീലിംഗ് വന്നു. അപ്പൊ എത്രത്തോളം നമ്മള് ശ്രമപ്പെടണം ഈ ഒരു എന്താ പറയാ അവസ്ഥയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ, ഒരു സന്യാസിയുടെ മനസ്സ് മാറി എന്നുണ്ടെങ്കിൽ നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യന്മാരുടെ മനസ്സ് എത്ര വേഗം ചഞ്ചലപ്പെടും, ഒരു ഇളകപ്പെടും. അപ്പൊ ഇതൊക്കെ ഭയങ്കര എന്താ പറയാ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് മനസ്സിലാക്കാനും അത് എത്രത്തോളം നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നൊന്നും നമുക്ക് പറയാനൊന്നും പറ്റില്ല. എന്താ വെച്ചാ അത്രയും ഡിഫിക്കൽട്ടാണ് ശരിക്കും. ഭഗവാനിലേക്ക് എത്താനുള്ള പാത കുറേ കല്ലുമുള്ളും, അയ്യപ്പസ്വാമിയെ കല്ലുമുള്ളും കാലുക്ക് മെത്തേന്ന് പറഞ്ഞ് പോണമാതിരി ഒരുപാട് കഷ്ടപ്പെട്ടാലേ നമുക്ക് കുറെ ഈ വൈതരണികളൊക്കെ മാറ്റി നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഗുണങ്ങള് നമ്മളെ പല വിധത്തിലും ബാധിക്കും. അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കലിയുഗത്തില്, നമ്മളുടെ ഈ ഒരു സമയത്ത് അത് ഭയങ്കര എന്താ പറയാ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഹരിയോം. അണ്ണൻ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും എന്താണ് സാത്വിക ഗുണമുള്ള ഒരാളെ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലും ഒരു 70-80% ഒക്കെ സാത്വികരായിട്ടുള്ള ചില ആൾക്കാരെയൊക്കെ എനിക്ക് പരിചയപ്പെടാൻ ഇടയായിട്ടുണ്ട്, തോന്നിയിട്ടുണ്ട്. അല്ല, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചിലരും ഉണ്ട് കേട്ടോ. വളരെ ഒരു നല്ല മാർക്ക് കൊടുക്കാൻ, സാത്വിക ഗുണത്തിന് നല്ല മാർക്ക് കൊടുക്കാൻ പറ്റുന്ന കുറെ പേരൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വീഡിയോ ഓൺ ചെയ്താൽ മാത്രമേ ഉള്ളൂ സാത്വികാവും. വീഡിയോ ഓഫ് അറിയോ? അത് ശരി. അപ്പൊ നമ്മള് സരോജിനിയൊക്കെ ഒരു 70% സാത്വികമായിട്ടുള്ള ഒരാൾ കണ്ടിട്ടുണ്ട്. ശരി, വേറെ ആരെങ്കിലും? ഹരിയോം രമാക്ക. അത് വന്ന് നമ്മുടെ സാഹചര്യമാണ് നമ്മളെ ഈ സാത്വിക ഭാവങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ലേഡീസിനൊക്കെ സാത്വിക ഭാവം കുറവാണ്. വീട്ടില് ഈ പിള്ളേരെ മേക്കലും പിന്നെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തില് കുറച്ച് കുറവുണ്ട് എന്ന് പറയാം. പക്ഷെ നോക്കുകയാണെങ്കിൽ ജെൻസിനെ നോക്കുകയാണെങ്കിൽ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ അവരൊന്നിലും ഇടപെടാതെ ആ ഒരു സാത്വിക ഭാവത്തിന് കുറച്ചൊക്കെ, പൂർണ്ണമായിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ഒന്നും ചീത്ത പറയില്ല, ദേഷ്യം വരില്ല, ഒരു സാത്വിക ഭാവത്തിലിരിക്കും. കഴിക്കാൻ കൊടുത്താ കഴിച്ചു, അങ്ങനെ ഒന്നും ഒരാവശ്യപ്പെടുക, അങ്ങനെയുള്ള ഒരു സാത്വികന്മാര് നമ്മൾ പറയില്ലേ, ആ സാത്വികൻ ഒരു പ്രായമൊക്കെ ആവുമ്പോ ഒരു 60-70 ഒക്കെ കഴിയുമ്പോ പിന്നെ ജെൻസിനെ കാണാം, ലേഡീസിനെ ഒട്ടും തന്നെ കാണാൻ നിവർത്തിയില്ല. അവര് രജോ ഗുണത്തിലുള്ള ഭദ്രകാളികളാണ്. വീട്ടില് പ്രത്യേകിച്ച് പിള്ളേരുടെ അടുത്ത് അല്ലെങ്കിൽ ഭർത്താവിന്റെ അടുത്ത് അല്ലെങ്കിൽ കുക്കിംഗ് ഒക്കെ ചെയ്യണം. ചിലപ്പോ ഭക്ഷണത്തിന്റെ കാര്യങ്ങളിലൊക്കെ വരുമ്പോ അവരുടെ സാത്വിക ഭാവമൊക്കെ കുറച്ച് മാറ്റി വെച്ച് രജോ ഗുണവും തമോ ഗുണം അധികം ഉണ്ടാവില്ല, രജോ ഗുണത്തിരിയൊക്കെ അധികമായിട്ട് കാണാൻ. ഹരിയോം. അക്കാടെ വീട്ടിന്റെ അടുത്ത് നമ്മുടെ യോഗബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. അണ്ണാ, എനിക്ക് ദേഷ്യമൊന്നും കുറവാണ് കേട്ടോ. ഞാനിങ്ങനെ പറയുന്നു, എല്ലാവരും ചിരിപ്പിക്കാൻ പറയുന്നേ ഉള്ളൂ, ഞാനങ്ങനെ അധികം ഒന്നും എടുക്കാറില്ല. അത് ശരി. ഹരിയോം. കുറെ നാളായിട്ട് ഇങ്ങനെ ഇതിന്റെ പിന്നാലെ നടന്നുകൊണ്ട് ഇപ്പൊ മാനസികമായിട്ട് കുറച്ചൊക്കെ ഒരു പക്വത വന്നിട്ടുണ്ട്. പണ്ടൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ വന്നിട്ടുണ്ട്. ഹരിയോം. ഇവിടെ ഒരുവിധം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 3 ഗുണങ്ങളുടെ പ്രവർത്തനമാണ് ഒരു വ്യക്തിയെ കർത്താവാക്കുന്നത്. മനസ്സ് വാസ്തവത്തിൽ 3 ഗുണങ്ങളും അടങ്ങിയതാണ്.
മനസ്സിൽ നിന്ന് 3 ഗുണങ്ങളും മാറിപ്പോയാൽ പിന്നെ മനസ്സിന് മാത്രം നിലനിൽപ്പില്ല. പിന്നെ മനുഷ്യന്റെ ഉള്ളിലെ സൂക്ഷ്മ ശരീരമാണ് ഗുണപൂർണമായ മനസ്സ്. സത്വഗുണ പ്രധാനമാകുമ്പോൾ മനസ്സ് അതിന്റെ കർത്താവ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ രജോ ഗുണവും തമോ ഗുണവും പ്രധാനമാകുന്ന അവസരങ്ങളിൽ മനസ്സ് യഥാക്രമം രജോ ഗുണ പ്രധാനനായ കർത്താവായും തമോ ഗുണ പ്രധാനനായ കർത്താവായും പ്രവർത്തിക്കുന്നുണ്ട്. രജോ ഗുണം പ്രധാനമാണെങ്കിൽ അല്ലെങ്കിൽ തമോ ഗുണ പ്രധാനം വരികയാണെങ്കിൽ അതാത് ആൾക്കാര് അതാതിന്റെ കർത്താവായി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഈ വാസ്തവത്തിൽ കർത്താവ് എന്ന വ്യക്തികൾ പറയുന്നത് ത്രിഗുണങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട ഈ മനസ്സിനെയാണ്. അവരുടെ ആ മനസ്സിന്റെ ആ ഒരു എന്താ പറയാ ആ രീതിക്കനുസരിച്ചാണ് അവരുടെ സംസാരങ്ങൾ വരുന്നത്, അല്ലെ അവരുടെ പ്രവൃത്തികൾ വരുന്നത്. എപ്പോഴാണ് ത്രിഗുണങ്ങളിൽ നിന്ന് അന്യനായ കർത്താവ് തന്നിലില്ലെന്ന് വ്യക്തി മനസ്സിലാക്കുന്നത്, അപ്പോൾ അവൻ യാഥാർത്ഥ്യം അറിയാവുന്നവനാണെന്ന് പറയാം. അതുപോലെ തന്നെ 3 ഗുണങ്ങൾക്കും അതീതനായ ഒരു പരമസത്യം ഉണ്ടെന്നും അത് സനാതനവും അനശ്വരവുമാണെന്നും എപ്പോഴാണോ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ വ്യക്തി ഭഗവാന്റെ ഭാവത്തെ പ്രാപിക്കുന്നു. അപ്പോ മനസ്സിനെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ പുനർജന്മത്തിൽ വിശ്വാസം ഉണ്ടല്ലോ. അപ്പൊ ഈ പുനർജന്മം നമ്മൾ തന്നെ പുനർജനിക്കുന്നു. പക്ഷെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയുന്നില്ല. നമ്മൾ ഒരു വീട്ടിൽ ചിലപ്പോൾ ഒന്നിച്ച് താമസിക്കുന്നവരായിരിക്കും, ധാരാളം പരിചയമുള്ളവരായിരിക്കും. കാരണം എന്താണ്? പക്ഷെ നമ്മൾ തമ്മിൽ അറിയുന്നില്ല. അടുത്ത പുനർജന്മത്തിൽ നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ല. കാരണം ഈ സ്ഥൂല ശരീരത്തെ കംപ്ലീറ്റ് നശിപ്പിച്ചിട്ട് ഈ ലോകത്ത് തന്നെ ഇവിടെ തന്നെ സ്ഥൂല ശരീരത്തെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ സൂക്ഷ്മ ശരീരത്തില് എന്ന് പറഞ്ഞാൽ കാരണ ശരീരമൊക്കെ ഉണ്ട്. അപ്പൊ ആ കാരണ ശരീരമാകുന്ന മനസ്സ്, ബുദ്ധി, അഹങ്കാരം മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. പുണ്യപാപങ്ങള് അത് മാത്രമേ കൊണ്ടുപോകും. അപ്പൊ അത് ഈ മനസ്സിനെ ഇന്നത്തെ ശാസ്ത്ര ലോകത്തിൽ എവിടെയും തിരിച്ചറിഞ്ഞിട്ടില്ല, കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മനസ്സിനെ. അപ്പോ ഈ മനസ്സിനെ കണ്ടെത്താൻ സാധിച്ചാലേ നമുക്ക് അടുത്ത ജന്മത്തില് അത് ആരായിരുന്നു, ഈ ജന്മത്തിൽ അത് ആരായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഭഗവാൻ എല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പറയുന്നില്ലേ, ഞാന് വിവസ്വാന് കൊടുത്തു, പക്ഷെ അന്ന് അർജുനൻ തന്നിട്ടില്ല, പിന്നീടാണ് അർജുനൻ തന്നത്. ഇതെല്ലാം പറയുന്നുണ്ട്. ഇതിന്നൊക്കെ മനസ്സിലാക്കുന്നത് നമ്മള് ഈ എന്താ പറയാ സ്ഥൂല ഗുണം നമ്മൾ ഇവിടെ കളഞ്ഞിട്ടാണ് സൂക്ഷ്മ ശരീരത്തോടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് പുനർജന്മം ഉണ്ടാകുന്നത് നമ്മൾ പരസ്പരം തിരിച്ചറിയാത്തതും. അതൊന്ന്. പിന്നെ ഞാന് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ ഒരു കാര്യം പറയാ. ഇത് നമ്മൾ ഒരുപാട് വിശദീകരിച്ച് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാല് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് തമാശയാണ് കേട്ടോ, ക്ഷമിക്കണം. പരത്തി പറഞ്ഞാൽ പപ്പടകം, ഒതുക്കി പറഞ്ഞാൽ പപ്പടം, വേഗം പറഞ്ഞാൽ പപ്പടം, അത് ചുട്ടെടുത്തൊന്ന് അമർത്തിയാൽ പടം. ഹരിയോം രാജലക്ഷ്മി ഒക്കെ ഹരിയോം. ഹരിയോം. അല്ല, തമസ് പിന്നെ മറ്റേ സാത്വികം, രജോ ഗുണം ഇതൊക്കെ പറഞ്ഞില്ലേ, എനിക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാവുന്ന എന്റെ കുടുംബത്തിൽ ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു. ഈ ശരിക്കും 95% സാത്വികമുള്ള ഒരു അമ്മമ്മയായിരുന്നു. ഹൈസ്കൂളില് ഹെഡ് മിസ്സസ് ആയിട്ടാ പെൻഷൻ പറ്റിയത്. അവ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. അമ്മമ്മയെന്ന് ഞാൻ വിളിക്കുന്നത് അമ്മയല്ല, കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. ഞാൻ കാണുമ്പോ തൊട്ട് ആ അമ്മമ്മ എപ്പോഴും വെള്ള ഡ്രസ്സ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. വെളുപ്പിന് എഴുന്നേറ്റ് അമ്പലത്തിൽ പോകും. പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. സ്കൂളിലാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷ പിടിച്ചാ പോകുന്നത്. അപ്പം പോകുമ്പോ ഒരു വലിയൊരു ടിഫിൻ ക്യാരിയർ നിറയെ ചോറും കൊണ്ടാ പോകുന്നത്, എല്ലാ ഭക്ഷണവും കൊണ്ടാ പോകുന്നത്. അവിടെ ഗവൺമെന്റ് സ്കൂളല്ലേ, എന്നൊക്കെ ഇല്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുമായിട്ടാ പോകുന്നത്. അതുപോലെ ആ അമ്മമ്മയുടെ വായിൽ നിന്ന് ഒരിക്കലും കേട്ടിട്ടില്ല ഒരാളുടെ കുറ്റവോ ഒന്നും കേട്ടിട്ടില്ല. നമ്മളെ എപ്പോഴും നല്ല കാര്യങ്ങളും കഥകളും പറഞ്ഞ് ആ അമ്മമ്മ ഞാൻ എന്നും ഓർക്കാറുണ്ട്. രാവിലെ പറയത്തില്ലേ നമ്മള് യോഗ ചെയ്യുമ്പോ നമ്മള് ഗുരുവിനെ ഓർക്കണമെന്നൊക്കെ, എന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പ്രധാനമായിട്ടും ദേവകിയമ്മ എന്നായിരുന്നു പേര്. അപ്പൊ ഞാൻ എപ്പോ ആ ടീച്ചറിനെ ഓർക്കും, അമ്മമ്മ എപ്പോഴും ഓർക്കും. എന്റെ മനസ്സിൽ അവരുടെ രൂപം തെളിഞ്ഞു വരുമായിരുന്നു. അല്ല, ഞാൻ പറയുമായിരുന്നു, ജീവിച്ചിരിക്കുന്ന ഒരു സന്യാസിയായിട്ട് ജീവിച്ചില്ലെങ്കിൽ, അവർ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും മക്കളെ സ്നേഹിക്കാൻ അവർക്ക് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ
സാത്വികമുള്ളവരുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. എനിക്കൊന്നും ഇല്ല. ഞാൻ പക്ഷെ ആ അമ്മയുടെ ശിക്ഷണത്തിലൊക്കെ വളർന്നെങ്കിൽ എനിക്കൊന്നും അതിന്റെ ഒരു 25% പോലും കിട്ടിയിട്ടില്ല. അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. ഹരിയോം. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ 139ാമത്തെ ദിവസമാണ്. ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പൊ നമ്മുടെ കൂടെ എവിടെയെങ്കിലോ നമുക്ക് ഇങ്ങനത്തെ സാത്വികമായിട്ടുള്ള ആൾക്കാരുണ്ട്, അത് ഉറപ്പാണ്. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ 14ാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്ന പോലെ സാത്വികമായിട്ട് ജീവിച്ച് ആ മരിക്കുന്ന സമയത്ത് സാത്വികമായിരുന്നെങ്കിൽ നമ്മൾ അടുത്ത ജന്മം നമ്മൾ ഇങ്ങനത്തെ സത്യ അന്വേഷണത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ജീവിക്കും എന്നാണ് ആ ശ്ലോകത്തിൽ തന്നെ പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ഒരു ചെറിയൊരു സാത്വിക് രീതിയിലാണെന്ന് തോന്നുന്നു നമ്മൾ മരിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഒരു 45 പേരുണ്ട്. നമ്മളെല്ലാവരും കുറച്ചൊക്കെ എന്തൊക്കെയോ സാത്വിക് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഏതായാലും നമുക്ക് ഇനിയും മുൻപോട്ടും ഇതേപോലത്തെ സത്സംഗങ്ങൾ കൂട്ടാനുണ്ട്. അപ്പോൾ ഒരു ലാസ്റ്റ് ഒരു 3-4 മിനിറ്റ് കൂടെ ഉണ്ട്. നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ ഈ യോഗ ബന്ധുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ഇനി എന്ത് നല്ലതായിട്ട് ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ നമുക്ക് ചെയ്താൽ സാത്വിക ഗുണം കൂട്ടാൻ സാധിക്കും. ഇപ്പൊ തന്നെ ഈ ഭഗവത്ഗീത ഒരു സ്വാമി രംഗനാഥാനന്ദജി മഹാരാജ് എഴുതിയ ബുക്കില് അദ്ദേഹം ഇത് എഴുതിയത് ഏകദേശം 2000 എനിക്ക് തോന്നുന്നു ഒരു 10-25 വർഷം മുമ്പാണ് എഴുതിയത്. അപ്പൊ പറയുന്നു നമ്മുടെ രാജ്യം ഭാരതം ഇത്രയും നാൾ താമസികമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ക്രമേണ രാജസികമായി വരുന്നു. ഇതൊരു വലിയൊരു ഇംപ്രൂവ്മെന്റ് ആണ് എന്ന് ആ ബുക്കിൽ പറയുന്നു. അപ്പൊ നമ്മുടെ രാജ്യം ഇപ്പോ നമ്മളെ ആരെങ്കിലും ഇങ്ങോട്ട് അടിക്കാൻ വന്നാൽ നമ്മൾ രണ്ടടി അങ്ങോട്ട് കൊടുക്കും. പണ്ടൊക്കെ താമസിക്കായിരുന്നു, കുഴപ്പമില്ല, ചൈന വന്നെടുത്തു, പാകിസ്ഥാൻ അടിക്കുന്നു, എല്ലാവരും നമ്മൾ ചുമ്മാ ഇരിക്കുന്നു. ഇപ്പൊ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ തിരിച്ചു കൊടുക്കും. അപ്പോ ഇതേപോലെ നമ്മൾ ഇച്ചിരി മുൻപോട്ട് പോയാൽ സാത്വികമാകാം. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പൊ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒന്ന്, സന്തോഷമാണ് ഒരു ലക്ഷണം. സാത്വികത്തിന്റെ ഒരു ലക്ഷണം സന്തോഷമാണ്. തൃപ്തി, സന്തോഷം, ജ്ഞാനം, ഇതൊക്കെയാണല്ലോ സാത്വിക ഭാവത്തിന്റെ ലക്ഷണങ്ങൾ. അണ്ണ ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. മനസ്സ് ശാന്തമായിരിക്കണം, എന്നാലേ നമുക്ക് എല്ലാം ആ മനസ്സുകൊണ്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. മനസ്സ് അലങ്കോലമായിരുന്നാൽ യാതൊന്നും അവിടെ വരില്ല. സാത്വികവുമില്ല, രജോ ഗുണമില്ല, താമസ ഗുണം. ശാന്തമായ മനസ്സ് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കൂ. അങ്ങനെ നന്മ ചിന്തിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കൂ. അതെ, ഹരിയോം. അടുത്തത് ഇനി ആരാണ്? ആരെങ്കിലും സംസാരിക്കാത്തവര് ഇതേവരെ? ഹരിയോം. കുറെ കാലമായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോ വെടിത്തായിരിക്കാം. ഇത് നമ്മുടെ അർജുനനെ പറ്റിയാണ്. ഇപ്പോ ഞങ്ങളൊക്കെ ഈ കുട്ടികളായിരിക്കുന്ന കാലത്ത് ഇപ്പോഴുള്ളവർക്കൊന്നും അത്ര അതിനെപ്പറ്റി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ പറഞ്ഞൂടെ? നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത കാലമായിരുന്നു. അപ്പോ എന്താ ഉണ്ടാവുക വെച്ചെങ്കിൽ കൂരിരുട്ടത്ത് രാത്രിയൊക്കെ ആകുമ്പോൾ ഈ കാലങ്കോഴിയുടെ കൂക്കും അതൊക്കെ ഞങ്ങളൊക്കെ കുട്ടികളൊക്കെ പേടിച്ച് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പേടിച്ചിട്ട് രാത്രി ഉറക്കം വരാതിരിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മ പറയും, നിങ്ങൾ അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, വിജയനും വിശ്രുതമായ പിന്നെ രീതിയിലുള്ള 10 അർജുനന്റെ നാമം ചൊല്ലിക്കഴിഞ്ഞെങ്കിൽ കുഴപ്പമില്ല, പേടിയൊക്കെ ഇതാകും. എനിക്ക് ഭഗവത്ഗീത വായിച്ചതിന് ശേഷം ഒരു വിരോധാഭാസം തോന്നുന്നത് എന്താ വെച്ചാല്, വളരെ അചഞ്ചലമായിട്ടുള്ള ഒരു മനസ്സാണ് അർജുനനെ നമ്മളിവിടെ കാണുന്നത് മോസ്റ്റ്ലി. സെക്കൻഡ്ലി അർജുന വിഷാദ യോഗത്തില് പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന് ഈ ഇവരെ കണ്ട് എന്താ പറയാ, ഭീഷ്മരെ ഇവരൊക്കെ കൗരവസേനെ കണ്ടപ്പോ ദേഹം വിറയ്ക്കുന്നു, കയ്യെന്ന് വില്ല് താഴ്ത്തു വീഴുന്നു. അപ്പോ ഒരു സ്വതവേ ഒരു പേടിയുള്ള മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തിന് ചിത്രീകരിച്ചിരിക്കുന്നത്.
അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാൽ നമ്മളുടെ പേടി എങ്ങനെ മാറുന്നുള്ളത് ആരോടെങ്കിലും ചോദിക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു. മറ്റേ ചോദ്യം തെറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, ആർക്കെങ്കിലും ഉത്തരം തരാൻ പറ്റിക്കും. ഹരിയോം ഹരിയോം പറയട്ടെ അണ്ണ. അറിഞ്ഞിട്ടല്ല, എനിക്ക് അറിവൊന്നുമില്ല. പക്ഷെ നമ്മള് തളരുന്ന സമയത്ത് അവിടെ എന്താ കാണിക്കണേ? അർജുനൻ തളരുകയാണ്. അപ്പൊ തളരുമ്പോ നമ്മളെ ഉയർത്താൻ ഭഗവാൻ സാധിക്കുന്നു എന്നുള്ള ഒരു വഴിയാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അർജുനനോട് തളർന്നിരുന്നു, അവിടെ ക്ഷീണിതനായിരിക്കുകയാണ്, എല്ലാ ധൈര്യവും ചോർന്നു പോയിട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയില് നമ്മള് എങ്ങനെ ഉയർന്നു വരണം, എങ്ങനെ നമ്മൾ ഉയർത്തി കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഭഗവത്ഗീതയിലൂടെ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്നത്. അപ്പൊ അതായിരിക്കണം എന്ന് തോന്നുന്നു. എനിക്കും ശരിയായിട്ട് അറിയില്ല. ഹരിയോ അണ്ണാ, ഹരിയോ ഹരിയോ ഹരിയോ. അണ്ണാ, അത് എന്താന്ന് വെച്ചാല് അർജുനൻ എന്ന് പറയുമ്പം നരനാരായണന്മാരാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ അർജുനൻ വളരെ ശക്തനായും ധീരനായും ഇരുന്ന് പിന്നെ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം ചെയ്യാനായിട്ടുള്ള പ്രേരണ ഭഗവാനാണ് തന്നെ. ഭഗവാൻ നേരിട്ട് കൊടുത്തു. ഭഗവാൻ നേരിട്ട് കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഗീത ഉപദേശം ചെയ്ത് വളരെ ശക്തിയുള്ളവനായി മാറി. എന്നിട്ടാണ് ആ യുദ്ധം മുഴുവൻ, ആ ധർമ്മയുദ്ധം മുഴുവൻ നടത്തിയത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തീർച്ചയായും അർജുനനെ നമുക്ക് വിളിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അക്ക പറയുന്ന വരികയാണെങ്കിൽ അപ്പൊ ഇങ്ങനെ പേടിയില്ലാതിരിക്കാൻ ഭഗവാനെ മറ്റേ സ്മരിച്ചാൽ പോലെ. അർജുനന്റെ എന്തിനാണ് മറ്റേ അദ്ദേഹത്തിന്റെ 10 നാമങ്ങൾ പറയേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇപ്പോ ഈ ഒരു ലെവല്, ഒരു നില മാറിക്കഴിഞ്ഞാൽ ഭക്തനും ഭഗവാനും ഒരുപോലെ എന്ന് വരും. ഇപ്പൊ ഈ ഭഗവത്ഗീതയെല്ലാം ശ്രവിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാനിന്റെ ആ നിലപാടിലേക്ക് ഉയർന്നിട്ടുണ്ട് അർജുനൻ. മാനസിക നില വ്യാപാരങ്ങൾ, അല്ലെ മാനസിക വ്യാപാരങ്ങൾ ഭഗവാന്റെ ആ നിലവാരത്തിലേക്ക് അദ്ദേഹം ഉയർന്നിട്ടുണ്ട്. നരനാരായണന്മാരെന്നുള്ള നിലയിലെത്തി. അപ്പൊ അർജുനനെ സ്മരിക്കാം. എല്ലാ യോദ്ധാവുമാണ്, ശക്തിയുമുണ്ട്, ധീരനുമാണ്. അപ്പൊ ആ ലെവലില് ഉള്ള ഒരു നിലയിലേക്ക് അർജുനൻ ഉയർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ ആ ഒരു അർജുനൻ ഫൽഗുനൻ എന്നുള്ള ആ ശ്ലോകത്തോടെ എന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അല്ല, കാര്യം വളരെ ശരിയാണ്. നമുക്കിപ്പോ അർജുനനെ മറ്റേ താഴ്ത്തി സംസാരിക്കാനുള്ള ഇതിലല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളിപ്പോ ഈ ഗീതയിലൂടെ നമ്മൾ അർജുനനെ എത്രത്തോളം മനസ്സിലാക്കിയത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഒരു സംശയം വന്നത് മാത്രമേ ഉള്ളൂ. ഹരിയോ. ഗീതയിലുള്ളതും അർജുനൻ ഒരു പേടിത്തൊണ്ടനാണ് എന്ന് പറയുന്നില്ല. ആ സമയത്ത് സ്വജനങ്ങളെ കണ്ടപ്പോൾ, അപ്പോ അർജുനന്റെ മനസ്സ് ആ സ്വജനങ്ങളോടുള്ള ഒരു ദയാ വായ്പുണ്ടായി എന്ന് മാത്രമേ വരുന്നുള്ളൂ. അർജുനൻ അതുകൊണ്ട് ധൈര്യക്കുറവോ അങ്ങനെ ഒരു പേടി ഉള്ളവനോ ഒന്നും ആയിരുന്നില്ല. അർജുനൻ ധൈര്യശാലിയാണ്, അർജുനൻ വില്ലാളി വീരനാണ്. തീർച്ചയായും അർജുനനെ സ്മരിച്ചാൽ നമുക്ക് ആ ധൈര്യവും വീര്യവും എല്ലാം ഉണ്ടാകും എന്ന് തന്നെയാണ് അതിന്റെ മീനിങ്. ആ സമയത്ത് സ്വജനങ്ങളെ കണ്ടതിലുള്ള ആ ഒരു പ്രയാസം മാത്രമേ അർജുനന് അന്നേരം ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ അർജുനൻ ഒരിക്കലും പേടിക്കാരനല്ല. ആ ദയ കൊണ്ടുള്ള, അല്ലെങ്കിൽ ആ സ്വന്തം ജനങ്ങളെ ജനങ്ങളുമായി യുദ്ധം ചെയ്യുന്നതിലുള്ള ആ ഒരു ധൈര്യക്കുറവ് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഞാൻ പറയട്ടെ, അർജുനന്റെ അതേ സ്റ്റേറ്റസിലുള്ള ധൈര്യശാലികൾ ഒരുപാട് നമ്മള് കുരുക്ഷേത്ര ഭൂമിയിൽ കണ്ടിട്ടുണ്ട്. കർണൻ, എന്നമാതിരി അശ്വത്ഥമാവ്, അങ്ങനെ. അപ്പൊ എന്റെ ഒരു സംശയം ഇത് മാത്രമേ ഉള്ളൂ, എന്തേ അർജുനനെ മാത്രം പേര് പറഞ്ഞാൽ നമ്മൾ പേടി കുറവാകുന്നുള്ളത് പറയാൻ എന്താണ് കാരണം എന്നുള്ളത് അതെനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ചോദിച്ചതാണ്. അർജുനൻ പേടി മാറിപ്പോയല്ലോ. ഭഗവാന്റെ ഒരു ഭക്തനാണ്, ശ്രേഷ്ഠനായൊരു ഭക്തനാണ്. അപ്പൊ ഭഗവാന് സമയമില്ലാത്തോണ്ട് ആ ഭക്തനെ നമ്മളിലേക്ക് അയച്ചതായിരിക്കാം. ചുരുക്കി പറഞ്ഞാല് അർജുനൻ എന്ന് പറഞ്ഞാൽ ഒരു സാത്വിക സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണ് ഈ മഹാഭാരതത്തിൽ നമ്മളെ കാണിക്കുന്നത്. അദ്ദേഹത്തെ കൊണ്ടാണ് ഈ ഇതെല്ലാം കാണിക്കുന്നത്. 5 പേരുണ്ടായിരുന്നെങ്കിലും ആ അർജുനന് ഒരു പ്രത്യേക സ്വഭാവത്തിലുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത്.
ആണ് പിന്നെ എന്റെ പിന്നെ ലക്ഷ്യത്തിലെത്താൻ ശ്രേഷ്ഠനുമാണ്. ദ്രൗപദിയെ പിന്നെ വിവാഹം കഴിച്ച സമയത്ത് ആ കിളിയുടെ കണ്ണ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കിളിയുടെ കണ്ണ് തന്നെ ലക്ഷ്യമാക്കി അമ്പെയ്ത് വിട്ടിട്ടാണ് ദ്രൗപദിയെ സ്വീകരിച്ചത്. അപ്പൊ ലക്ഷ്യത്തിലെത്താൻ ശ്രേഷ്ഠനുമാണ്. അപ്പൊ എന്തുകൊണ്ടും അർജുനനെ നമ്മള് പിന്നെ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഭക്തനും ഭഗവാനും തമ്മിൽ വ്യത്യസ്തനല്ല. ഇപ്പൊ ആ ലെവലിലേക്ക് ഈ ഗീതയൊക്കെ പഠിച്ച് ഉയർന്ന നിലവാരത്തിൽ എത്തിയപ്പോ ഭക്തനും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. അങ്ങനെയും ഉണ്ട്. ഹരി ഓം. എന്തായാലും സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ ആരെങ്കിലും ഇനിയും പറയാനുണ്ടോ? പറയാനുണ്ടെങ്കിൽ പറയാം. എന്തായാലും ആ യുദ്ധഭൂമിയിൽ വെച്ച് ഒരു നിമിഷം തളർന്നു പോയെങ്കിലും ധീരനായ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ആ അദ്ദേഹം, 5 പേരിൽ ശ്രേഷ്ഠനായ അദ്ദേഹം ഒരു നിമിഷമെങ്കിലും ആ ഭഗവാന്റെ ഉപദേശത്തോട് കേട്ട് മാറിയതുപോലെ നമ്മളുടെ പേടിയും മാറി ഒരു പുണ്യതയിലേക്ക് എത്തട്ടെ എന്നായിരിക്കാം ആ അന്നത്തെ അമ്മൂമ്മ നമ്മളോട് പറഞ്ഞു തന്നത് എന്ന് സമാധാനിക്കൂ. ശരി ശരി. ഹരി ഓം. അണ്ണാ. ഹരി ഓം. ഹരി ഓം അക്ക. ഏതായാലും നല്ല ചോദ്യം ജതീന്ദ്രണ്ണൻ. അങ്ങനെ എല്ലാവരും പലവരും നല്ല നല്ല കാര്യങ്ങൾ പറയുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു നല്ല ഡയബറ്റീസ് ഉള്ള ഒരാള് എങ്ങനെങ്കിലും ആ ഡയബറ്റീസിനെ ട്രീറ്റ് ചെയ്ത് അദ്ദേഹം ഇപ്പോൾ ഡയബറ്റിക് അല്ലെന്ന് വിചാരിക്കുക. നമ്മൾ അങ്ങനത്തെ ഒരാളെ തേടി പിടിച്ച് അങ്ങോട്ട് സംസാരിച്ച് എങ്ങനെ ഇത് ചെയ്തു എന്ന് നമുക്ക് ചോദിക്കത്തില്ലേ? ചിലപ്പോൾ ഡോക്ടറിനെക്കാട്ടിലും നമ്മൾ അദ്ദേഹത്തിനെ ആയിരിക്കും പോയി ചോദിക്കുന്നത്, ഏത് ഡോക്ടറിനെയാണ് കണ്ടത്, അദ്ദേഹത്തിലൂടെ. അപ്പോൾ നമ്മൾ ഡോക്ടറിനെ നേരിട്ട് കാണാൻ ചിലപ്പോൾ പോയില്ലെങ്കിലും ഇങ്ങനൊരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കണ്ട് അദ്ദേഹത്തിൻ്റെ വഴിക്ക് നമുക്ക് പോയാൽ കൊള്ളാമെന്ന് തോന്നും. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അർജുനന് ഒരു വീക്ക്നെസ് വന്നു. അത് ബന്ധം കൊണ്ടും അല്ലാതെ പേടിച്ചൂറിയൊന്നുമല്ല. അങ്ങനെ ഒരു ബന്ധം വന്നപ്പോൾ ആ ഒരു പേടി ഉണ്ടായി. അല്ലാതെ ഇരുട്ടിനോടോ ഇല്ലെങ്കിൽ യുദ്ധത്തിനോട് പേടിയില്ല. ഏതായാലും ചെറിയൊരു പേടി വന്നെന്ന് വിചാരിക്കുക. ആ പേടി മാറി. അതേപോലെ എനിക്കിപ്പോൾ രാത്രിയിൽ പേടി വരുവാണെങ്കിൽ പേടി മാറ്റണമല്ലോ. കൃഷ്ണനെ നേരിട്ട് പൂജിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കൃഷ്ണന് ഒരിക്കലും പേടി വന്നിട്ടില്ല. പേടി വന്ന ആൾക്ക് മാറ്റാനുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ അർജുനനെ വിളിക്കുന്നത് നല്ലതായിട്ടൊന്ന് തോന്നുന്നു. അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്നത്. രാത്രിയിൽ അച്ഛൻ പറയുന്നുണ്ട്, നമ്മൾ രാത്രി ഇങ്ങനെ ജതീന്ദ്രനോട് പറഞ്ഞ പോലെ തന്നെ പലവരോടും ഇവിടെയും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനും കുറച്ച് 2-3 പേരൊക്കെ ഇങ്ങനെ പറഞ്ഞ്, പക്ഷെ ധൈര്യം വന്നോന്നൊന്നും അറിയില്ല. നല്ല പേടി ഇരുട്ടിനോട് ഇപ്പോഴും ഉണ്ട്. ഏതായാലും അതിപ്പോ ചെറുപ്പത്തില് ഇടി വെട്ടുമ്പോ അല്ലെങ്കിൽ മിന്നല് ഇടി സ്കൂളിൽ പഠിക്കണ കാലത്ത് അർജുനൻ പാർത്ഥ അത് വിളിക്കാൻ പറയും. എല്ലാരും അത് പറയാൻ പറയും. ഇടി വെട്ടുണ്ടായിരുന്നു അങ്ങനെ. അതെ. ഇല്ല, അത് അങ്ങനെ ഇപ്പോ ആ നാമം ജപിച്ച് കിടന്നാല് നമുക്ക് പേടിയൊക്കെ പോയി ഉറക്കം വരും. പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ എനിക്ക് തോന്നിച്ചെങ്കില് നമുക്ക് ഒരാള് നമ്മളെ അഡ്വൈസ് ചെയ്തു, ഇങ്ങനെ ചെയ്തോളൂ, നിങ്ങളുടെ പേടി പോവും. ആ ഒരു ഫലത്തിന്റെ പേരിൽ പേടി പോവും. അതെ അതെ. ആ അഡ്വൈസിനായ ഫലത്തിന്റെ പേരില്. ഇപ്പൊ പൊതുവെ നമ്മൾ എപ്പോഴും രാമന്റെ കൃഷ്ണന്റെ ഒക്കെ നമ്മള് പക്ഷെ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പൊ അതിൽ വിശ്വസിക്കുകയാണെങ്കിൽ ആ പേടി മാറും. അതൊരു ടെക്നിക്കാണ്. അണ്ണാ, പണ്ട് കാലത്ത് എല്ലാ കുടുംബങ്ങളിലും ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയിരുന്നു. ഞങ്ങളൊക്കെ ചൊല്ലാറുണ്ട്. അത് ഒരു 10 നാമങ്ങളെ ചൊല്ലിയ പേടി. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, വിജയനൻ, വിശ്രുത, പുന്നക്കിരീടിയും, ശ്വേതാശനെന്നും, ധനഞ്ജയൻ, വിഷ്ണുവും, വിരികരം, സർവസാധികേ വത്സവും, 10 നാമങ്ങളും ഭക്ത്യാ ജപിക്കലും നിത്യ ഭയങ്ങൾ അകന്നു പോം നിർണയം. ഹരി ഓം. അപ്പൊ എല്ലാവരുടെ പേടി മാറി. അപ്പൊ നമുക്ക് ശാന്തി മന്ത്രം. എന്തായാലും യുദ്ധഭൂമിയില് സഹോദരന്മാരോടും പിതൃക്കള തുല്യരോടും യുദ്ധം ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഒരു നിമിഷം പതറിപ്പോയത്, തളർന്നു പോയത്. അല്ലേ അണ്ണാ? അതെ അതെ അതെ.
അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ല ധൈര്യം വന്നിപ്പോ. നമുക്ക് ഇനിയും ധൈര്യമായിട്ട് ഇന്നത്തെ എന്തായാലും നല്ല ചോദ്യമായിരുന്നു. എല്ലാവരും സംസാരിച്ചു, വികാരഭരിതരായി. എല്ലാവരുടെ പേടി മാറി, എല്ലാവരും സംസാരിച്ചു. ശരി, അപ്പോ കൈകൾ നമസ്കാര സ്ഥിതി, കണ്ണുകൾ അടയ്ക്കാം മൃദുവായി. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.